ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, വലിയൊരു ദുരന്തം വയനാട്ടിൽ നടന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് കുറേ നന്മ മരങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. നല്ലതാണെങ്കിൽ നല്ലത് തന്നെ വരട്ടെ. എന്തായിരുന്നാലും നമ്മുടെ മുക്രിയാസിന്റെ തുരങ്കവും അദ്ദേഹത്തിന്റെ പണത്തോടുള്ള അത്യാർത്തിയും കാരണം വലിയ ഒരു വിഭാഗം ജനതയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ആർക്കാ നഷ്ടം? അവനവന്റെ കുടുംബത്തിന് നഷ്ടം. അതല്ലാതെ മന്ത്രി പുങ്കവന്മാര് വന്നിട്ട് ശരി അനുശോചനം രേഖപ്പെടുത്തി, അവര് ദാ വന്നു ദേ പോയി. സാധാരണക്കാരനാണ് എല്ലാ നഷ്ടങ്ങളും സംഭവിക്കുന്നത്. എപ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ശീതീകരിച്ച റൂമുകളിൽ അമ്പരചുംബികളായ കൊട്ടാര സൗധങ്ങളിൽ ഇരുന്ന് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ എഴുന്നള്ളിക്കും. അതുകൊണ്ട് സാധാരണ ജനതയ്ക്ക് എന്താ കാര്യം? ഒരു കാര്യവുമില്ല. ഇപ്പോ നമുക്കറിയാം, നിർമ്മല കോളേജിന്റെ വിവാദം ഇത് കുട്ടികൾ നിഷ്കളങ്കമായി ആവശ്യപ്പെട്ട ഒരു സംഗതി അല്ല. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ബോധമുണ്ട്. നമ്മൾ ഈ കലാലയത്തിൽ വരുന്നത് വിദ്യ അഭ്യസിക്കാനാണ്, പഠിക്കണം. നമ്മൾ എത്രത്തോളം ഒരു വിഷയത്തെ സംബന്ധിച്ച് പഠിച്ചിട്ടുണ്ട് എന്ന് എക്സാമിനർ ബുക്ക് ബോധ്യപ്പെടണം, യൂണിവേഴ്സിറ്റിയിലൂടെ അത് പ്രൂവ് ചെയ്യപ്പെടണം. അങ്ങനെ നമ്മുടെ ഭാവി ജീവിതം സുരക്ഷിതമാകണം. അതല്ലാതെ നമസ്കരിക്കാനോ നോമ്പ് പിടിക്കാനോ ഹജ്ജ് ചെയ്യാനോ ഒക്കെ ആണെങ്കിൽ അവർ ഇത്തരം സ്ഥാപനങ്ങളിൽ വരേണ്ട കാര്യമില്ല. ഇത് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് എന്ന് ഈ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് അറിയാം. പക്ഷേ ആ കുഞ്ഞുങ്ങളോട് നിങ്ങൾ ആദ്യം ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിലേക്ക് നുഴഞ്ഞു കയറുക. അതിനുശേഷം വേണം നമുക്ക് പടിപടിയായി നമ്മുടെ മതപരമായ അജണ്ടകൾ, നമ്മുടെ ചില തീരുമാനങ്ങൾ ആ സ്ഥാപനത്തിൽ നടപ്പിലാക്കാൻ. കുട്ടികൾക്ക് കൃത്യമായ രൂപത്തിൽ ട്യൂഷൻ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികൾ ഉസ്താദുമാര് ട്യൂഷൻ കൊടുത്തതിനനുസരിച്ച് തന്നെ ആദ്യം ആ സ്ഥാപനത്തിൽ കയറിപ്പറ്റി. പിന്നീട് വീട്ടിൽ നിന്നും ഒരു ഷാള് കൊണ്ടുവരാൻ തുടങ്ങി. ആ ഷാള് ക്ലാസിന്റെ ഏറ്റവും പുറകില് വിരിച്ചിട്ട് ഒരു പ്രകോപനവും ഉണ്ടാക്കാതെ അവര് നമസ്കരിച്ചു തുടങ്ങി. അതിനോടനുബന്ധിച്ചിട്ട് 1-2 ദിവസങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞപ്പോ ഒരുപാട് കുട്ടികൾക്ക് അതേ ആവശ്യം തന്നെ വന്നു, അവർക്കും നമസ്കരിക്കണം. അങ്ങനെ വ്യത്യസ്തമായ ക്ലാസ്സുകളിൽ നിന്ന് കുട്ടികൾ ഷാള് കൊണ്ടുവരാൻ തുടങ്ങി. പിന്നീട് അവർ ഒറ്റയ്ക്കുള്ള നമസ്കാരമായി, പിന്നീട് ഒരുമിച്ചുള്ള നമസ്കാരമായി. എന്തിനു പറയുന്നു? ക്രമേണ വന്നപ്പോ ഒരു ക്ലാസ്സിലെ 90% ഭാഗവും ഒഴിച്ചിട്ട് ബെഞ്ചും ഡെസ്കും ഒക്കെ മാറ്റി വെച്ചിട്ട് ഇവർക്ക് ഒരുമിച്ച് നമസ്കരിക്കാനുള്ള സൗകര്യം ക്ലാസ് മുറി ഉണ്ടാക്കി. ക്ലാസ് മുറിയിൽ ഇവരൊരുക്കി. അപ്പോ മറ്റു കുട്ടികൾ കൂടി ഇവർക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ നിർബന്ധിതരായി. ക്രമേണയാണ് 150ഓളം കുട്ടികൾ നമസ്കരിക്കാനുള്ള ആവശ്യവുമായി മുന്നോട്ട് വരുന്നു. അങ്ങനെ ക്രമേണ ചുരുക്കം പറഞ്ഞാൽ ആ കോളേജിൽ ഒരു മുസ്ലിം പള്ളി ഉയർന്നു. നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട, നിങ്ങൾ നമസ്കരിച്ചു തുടങ്ങിയാൽ മതി ക്ലാസ് മുറിയിൽ, ബാക്കി അള്ളാഹു ശരിയാക്കിക്കൊള്ളുമെന്ന. അങ്ങനെ ഇൻഷാ അള്ളാഹു വിചാരിച്ചാൽ എല്ലാം ശരിയാകുമെന്നുള്ള രൂപത്തിൽ കുട്ടികൾ പോയി. ഇന്ന് ആ സ്ഥാപനത്തിൽ 150 ആളുകൾക്ക് നമസ്കരിക്കാനുള്ള ഒരു നമസ്കാര പള്ളി പൊങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യമായി നിങ്ങൾ അങ്ങോട്ട് നമസ്കരിച്ചോ. അല്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ പള്ളികളിലല്ലേ സ്ത്രീകൾക്ക് പ്രവേശനം വേണ്ടത്? മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ, സ്ത്രീകൾക്ക് കയറാൻ ഉള്ള സൗകര്യത്തിന് വേണ്ടിയായിരുന്നില്ലേ ആദ്യം ഇവര് കുട്ടികളെ ട്യൂഷൻ കൊടുക്കേണ്ടിയിരുന്നത്? അല്ല, അത് നമ്മുടെ മതവിഷയമാണ്, നമ്മുടെ കൗമിന്റെ വിഷയമാണ്. അത് നമ്മുടെ സമുദായത്തിന്റെ വിഷയമായതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും നമ്മൾ സമൂഹത്തിലേക്ക് ചർച്ച എത്തിച്ചു കൊടുക്കണ്ട. അതുകൊണ്ടാണ് പള്ളി കമ്മിറ്റിക്കാരടക്കം മാപ്പുമായി രംഗത്ത് വന്നത്. കാരണം ഇസ്ലാമിലെ സ്ത്രീ വിവേചനത്തെ സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അവിടെ
കൂട്ടിൽ കയറി നിന്ന് വിചാരണ നേരിടുന്നത് ഇസ്ലാം എന്ന 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര മതമാണ്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് കുട്ടികളെ തെറ്റു പറഞ്ഞാലും സാരല്ല, കാരണം പണി പാളിയല്ലോ. നമ്മൾ എന്താണോ ഉദ്ദേശിച്ചിരുന്നത് അതുപോലെ നമ്മൾ പറഞ്ഞതുപോലെ കുട്ടികൾ ചെയ്തു. പക്ഷേ നമ്മൾ വിചാരിച്ചത്ര ഈസിയായി ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ ഒരു പള്ളി ഉയർന്നില്ല. പിന്നീട് അവരവിടെ ഇരുന്ന് ഉറക്കെ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങും. പിന്നീട് ആ റൂമിന് പള്ളി റൂം എന്ന ഒരു പേര് വരും. പിന്നീട് അവിടെ ഇവർക്ക് ബാങ്ക് വിളിക്കണമെന്ന് പറയും, ആണിനും പെണ്ണിനും ഒരുമിച്ച് നമസ്കരിക്കണമെന്ന് പറയും. എന്തായിരുന്നാലും നമ്മുടെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിനകത്ത് ഒരു മുസ്ലിം പള്ളി ഉള്ള സ്ഥിതിക്ക് നിങ്ങൾ എന്തിനാണ് പുറത്ത് പള്ളിയിൽ പോയി നമസ്കരിക്കുന്നത്? നമുക്ക് ഇവിടെ തന്നെ നിസ്കരിച്ചാൽ പോരെ? ശരി, ഇതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഈ ലക്ഷ്യം ഒരു ഉസ്താദിന്റെ പ്രഭാഷണത്തിലൂടെ ഇന്ന് ഈ കേരളക്കര കേട്ടു. ആലോചിക്കണം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഉസ്താദിന്റെ ഈ മതവൈരത്തെ സംബന്ധിക്കുന്ന ഉപദേശം ക്രിസ്ത്യൻ മാനേജ്മെന്റ്, ഹിന്ദു മാനേജ്മെന്റ് സ്കൂളുകളിൽ സമാധാനം കൊടുക്കാതെ നമ്മൾ എങ്ങനെയാണ് അവിടെ പോയി നമ്മുടെ മതപരമായ വിഷയങ്ങൾക്കു വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഉസ്താദിന്റെ ഉപദേശം ഈ കേരളക്കര കേട്ടത് ഈ സംഭവം ഉണ്ടായത് കൊണ്ട് മാത്രമാണ്. ഞാൻ ഇന്നലെ ഈ സംഭവം കേൾപ്പിച്ചിരുന്നു നിങ്ങളെ. വെറും 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഉസ്താദ് വളരെ വ്യക്തമായി ഈ വിഷയത്തെ സംബന്ധിക്കുന്ന തങ്ങളുടെ നിലപാടങ്ങ് പറഞ്ഞു. കുട്ടികൾക്കത് മനസ്സിലായി, കുട്ടികൾ അത് കൃത്യമായി ക്യാച്ച് ചെയ്തു. എന്നിട്ട് തന്നെയാണ് കുട്ടികൾ അത് ഫോളോ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പൊ കുട്ടികൾക്ക് മനസ്സിലായി, നമുക്ക് എന്ത് കാര്യം ഇത് സംബന്ധമായിട്ട് വന്നാലും ശരി, എന്ത് പ്രശ്നം വന്നാലും ശരി, മാനേജ്മെന്റ് ഏത് വിഷയത്തിൽ നമുക്കെതിരെ ആക്ഷൻ എടുത്താലും ശരി, പുറത്ത് നമ്മൾക്ക് പിന്തുണയ്ക്ക് വലിയ ഒരു മതവിഭാഗമുണ്ട്, മതപൗരോഹിത്യമുണ്ട്, തീവ്ര മത സംഘടനയുണ്ട്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായി നമ്മുടെ ആശയങ്ങൾ ഇവിടെ പറയാം. അതുകൊണ്ടാണ് സമരക്കാരനിൽ ഒരു കുട്ടി ചോദിച്ചത്, ഞങ്ങൾ മെജോറിറ്റി ആയില്ലേ? അതെ അതെ, അതാണ് കുറച്ചു നാള് മുമ്പ് കുലിയാർ കാസിമി പറഞ്ഞു വെച്ചത്. നമ്മൾ കേരളത്തിൽ മക്കളെ ഭൂരിപക്ഷമായിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമങ്ങൾ ഇവിടെ പ്രാവർത്തികമാക്കാൻ, അതിനുവേണ്ടി നമുക്ക് യുദ്ധം ചെയ്യാൻ, അമുസ്ലിങ്ങളുടെ കഴുത്തു വെട്ടാൻ, അവരുടെ നികുതി വാങ്ങി അവരെ മതം സ്വീകരിപ്പിക്കാനും നാട് കടത്താനും ഒക്കെയുള്ള സാഹചര്യമായിട്ടുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പാണത്. നിങ്ങൾ കേട്ടോ? കോഴിക്കോട് ജില്ലയിൽ പെൺകുട്ടികൾക്ക് വേണ്ടി നമസ്കാരവുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുത്തു കഴിഞ്ഞ് 3 പെൺകുട്ടികൾ എഴുന്നേറ്റുന്നു. എന്നിട്ട് പറഞ്ഞു, സാർ, ഞങ്ങൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ 3 പേര് ഒരു കലാലയത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 3 പേരും പഠിക്കുന്ന ഞങ്ങളുടെ കലാലയത്തിൽ. ആലോചിക്കണം, ഒരു ഇസ്ലാമിക സ്ഥാപനമായിരുന്നു ആ കുട്ടികൾ പഠിച്ചിരുന്നതെങ്കിൽ അവിടെ ഓൾറെഡി നമസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാകും. ഏതെങ്കിലും ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ ക്രിസ്ത്യൻ കുട്ടികൾക്ക് ബൈബിള് വായിക്കാനോ, ഹിന്ദു കോളേജുകളിൽ ഹിന്ദു കുട്ടികൾക്ക് പൂജിക്കാനോ ഉള്ള സൗകര്യമുണ്ടോ? ഇല്ല. ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും സംബന്ധിച്ചിടത്തോളം അവർ കുറച്ച് ലിബറലാണ്. നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്ന ആശയം അവർക്കറിയാം. അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഈ സ്ഥാപനത്തിൽ നമ്മൾ വരുന്നത് മതം ഇംപ്ലിമെന്റ് ചെയ്യാനല്ല, മതം പ്രചരിപ്പിക്കാനല്ല, നമ്മൾ പഠിക്കാനാണ് വരുന്നത് എന്ന് ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന, മതരഹിത കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് നല്ല ബോധമുണ്ട്. പക്ഷേ അപ്പിക്കുപ്പായക്കാരായ പെൺകുട്ടികൾ വരുന്നത് 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രമതം പേറുന്ന കുടുംബ സാഹചര്യങ്ങളിൽ നിന്നാണ്. അവർക്ക് മതമാണ് ഞങ്ങളുടെ പ്രശ്നം. അതേ പ്രശ്നവുമായി ഇതേ സ്ഥാപനത്തിലേക്ക് ഇവർ കയറേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ ഒരു അജണ്ടകളുടെ അടിസ്ഥാനത്തിൽ വരുന്നതാണ്. നിസ്കരിക്കാൻ സൗകര്യമില്ല, അതുകൊണ്ട് തന്നെ ളുഹറും അസറും ഞങ്ങൾ നിസ്കരിക്കല്ല. വീട്ടിൽ വന്നിട്ട് പിന്നെ ഞങ്ങൾ മഗ്‌രിബ് ഇശാക്ക് നിസ്കരിക്കും. ളുഹറും അസറും കലാലയമുള്ള അന്ന് ഞങ്ങൾ നിസ്കരിക്കാറില്ല. അപ്പൊ ഞാൻ അവരോട് കുറച്ച് സംസാരത്തിന് ശേഷം ലാസ്റ്റ് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ 3 പേരും 3 ക്ലാസ്സിലാണല്ലോ. നിങ്ങൾ നാളെ ളുഹറിന് ശേഷം ഭക്ഷണം കഴിച്ച് എല്ലാവരും സ്വാഭാവികമായി ഉച്ചക്ക് ഇങ്ങനെ നാട്ടുവർത്തമാനങ്ങളോ ഗ്രൗണ്ടിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ നിങ്ങൾ ഒന്നുണ്ടാക്കുക,
വീട്ടിൽ നിന്ന് ചെറിയൊരു ഷാൾ കൊണ്ടുവരാം. 3 പേരും അവനവന്റെ ക്ലാസ്സിൽ നിന്ന് ശാന്തമായി സമാധാനപരമായി ആരും വിളിക്കാതെ ഒന്നും പറയാതെ ഏറ്റവും ക്ലാസിന്റെ ബാക്കിൽ കിബിലക്ക് നേരെയായിട്ട് നിസ്കരിക്കാം. 2-3 ദിവസം കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ നിങ്ങൾ 3 പേരും ഒന്നിച്ച് ജമാഅത്തായി നിസ്കരിക്കാം. ബാക്കി അള്ളാഹു നോക്കും. സോളെ ആ 3 കുട്ടികൾ ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞു പോന്നു. അവർ കലാലയത്തിലേക്ക് എത്തി. പിറ്റേ ദിവസം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അവർ ചെയ്തു. 2-ാമത്തെ 3-ാമത്തെ ദിവസമായപ്പോഴേക്കും അവർ ഒന്നിച്ച് നിസ്കരിക്കാൻ തുടങ്ങി. ആ ഒന്നിച്ച് നിസ്കാരം തുടങ്ങിയതോടുകൂടി ക്ലാസ്സിലുള്ള വ്യത്യസ്തങ്ങളായ കുട്ടികൾ വീട്ടിൽ നിന്ന് ഷാള് കൊണ്ടുവരാൻ തുടങ്ങി. അവർ നിസ്കാരം തുടങ്ങി. ക്ലാസിന്റെ പകുതി നിസ്കാരമായി. ഒരു ക്ലാസിന്റെ 3/4 ഭാഗവും ബെഞ്ചും ഡെസ്കും മാറ്റുന്നത് ളുഹറിന്റെ സമയത്ത് നിസ്കാരമായി. അവസാനം പി ടി എ കൂടി അധ്യാപകരും എല്ലാവരും കൂടി തീരുമാനിച്ച് ഞങ്ങളുടെ മക്കൾക്ക് നിസ്കരിക്കാൻ സംവിധാനം വേണമെന്ന് പറഞ്ഞു. ഇന്ന് ആ കലാലയത്തിൽ 150 പെൺകുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള പള്ളി കയറ്റി. 3 പെൺകുട്ടികൾ അള്ളാഹുവിന്റെ കൂടെ. ഞങ്ങൾ ആരും ഈ കലാലയത്തിൽ ആരും ഒപ്പല്ലെങ്കിലും ഞങ്ങൾ 3 പേരും ദീനിന്റെ മാർഗത്തിൽ നിൽക്കുന്നു പ്രഖ്യാപിച്ചപ്പം അള്ളാഹ് കൊടുത്ത സമ്മാനാണ്. ആ സമ്മാനത്തിന് നേതൃത്വം നൽകേണ്ടവർ ആ ഹൈസക്കിൽ വന്ന കുട്ടികൾ. നിങ്ങൾ അതിന്റെ മാതൃകയുള്ള ആൾക്കാരാണ്. അതാ ഞാൻ പറഞ്ഞത്, കുട്ടികൾക്ക് കൃത്യമായി ട്യൂഷൻ ലഭിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ലഭിച്ച കോച്ചിങ്ങിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾ അവിടെ വന്നു. എന്തുകൊണ്ട് ഈ സ്ഥാപനത്തിൽ ഞങ്ങൾക്ക് നമസ്കരിക്കാൻ പാടില്ല? ഒരു കാര്യം മാത്രം ഒന്ന് ചിന്തിച്ചു നോക്കിക്കോ. ഒരേ ഒരു കാര്യം മാത്രം. ഈ കുട്ടികൾ പഠിച്ച് ഏതെങ്കിലുമൊക്കെ ഉയർന്ന നിലകളിൽ ജോലി ചെയ്യുവാണെന്ന് വിചാരിച്ചോ? ഇവരുടെ തലച്ചോറിൽ മതമാണെങ്കിൽ എന്ത് കാര്യം? ഇപ്പോ ഒരുപാട് കുട്ടികൾ, എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ പറയാറുണ്ട് LLB പോലെയുള്ള മേഖലകളിൽ ഇവരൊക്കെ സജീവമായിട്ടുണ്ട്. കസ്റ്റംസ് ഉദ്യോഗസ്ഥരായി എയർപോർട്ടിനകത്ത് ഇവരിഷ്ടം പോലെയുണ്ട്. മീഡിയ മേഖലകളിൽ ഇവരിഷ്ടം പോലെയുണ്ട്. അതായത് ഇതൊക്കെ പ്രത്യേകമായ ഓരോ അജണ്ടകൾ വെച്ചിട്ടാണ് ഇവർ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലകളിലും നമ്മൾ വേണം. ഇങ്ങനെ LLBക്ക് പഠിക്കുന്ന കുട്ടി പഠിച്ചു, അഡ്വക്കേറ്റായി, ഒരുപാട് സർവീസ്, ഇവരൊക്കെ ജഡ്ജായിട്ട് വന്നാലുള്ള അവസ്ഥ എന്താ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇവരൊക്കെ ജഡ്ജായി വന്നാൽ എന്താകും നമ്മുടെ നാടിന്റെ ഗതി? കാരണം ഇവരുടെ തലച്ചോറിലുള്ളത് മതമല്ലേ. 24 മണിക്കൂറും മതം ഇൻജക്ട് ചെയ്യുന്ന ഈ വിഭാഗം ഏത് രൂപത്തിലായിരിക്കും ഓരോ കേസുകളും വിധിക്കുന്നത്? ആലോചിച്ചു. ഇവരുടെ തലച്ചോറിൽ മുഴുവനും മതമാണ്. ഈ മതം ഫോളോ ചെയ്യുന്ന ഇവര് മതമനുസരിച്ചിട്ടല്ലേ വിധിക്കൂ. ഞാനൊരു ജാമ്യത്തിന് വേണ്ടി മുമ്പ് ഹൈക്കോടതിയിൽ പലതവണ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചു. അപ്പോ ജഡ്ജിന് താല്പര്യമില്ല പോലും ജാമ്യം കൊടുക്കാനേ. ജഡ്ജിന്റെ താല്പര്യം നമ്മൾക്ക് വിഷയമാണ്. ജഡ്ജിന്റെ മാനസികാവസ്ഥ നമുക്ക് പ്രശ്നമാണ്. ഇവരൊക്കെ പഠിച്ച് ജഡ്ജിമാരായാൽ നമ്മുടെ സമൂഹത്തിന്റെ കാര്യം എന്താണ്? അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇത്രയ്ക്കും രൂക്ഷമായി ഈ മതവിഭാഗത്തിനെതിരെ സംസാരിക്കേണ്ടി വരുന്നത്. ഈ കുട്ടികളുടെ തലച്ചോറിലുള്ളത് മതമാണ്. ഈ മതവും പേരി ഇവര് പഠിച്ച് വിദ്യാഭ്യാസം നേടി വ്യത്യസ്തമായ തലങ്ങളിൽ ഇവർ ഓരോരോ ഔദ്യോഗിക പദവികൾ നിർവഹിക്കുന്ന രൂപത്തിലെത്തിയാൽ, എന്തിനേറെ ഓപ്പറേഷൻ തിയേറ്റർ വരെ മതം എത്തിയില്ലേ? മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞില്ലേ? മിഥുന ആശുപത്രി പൊയ്ക്കോട്ടാ, വേഗം പൊയ്ക്കോ. നസീർ ഉമ്മായി വിളിക്കുന്നതാടാ അങ്ങനെ? ആണോ? അതോ വാപ്പ ഉമ്മായി വിളിക്കുന്നതാണോ? ഏതായിരുന്നാലും കൊള്ളാം കേട്ടാ. കൊറിയന്റെ സംസ്കാരം എന്താണ് എന്ന് ജനങ്ങളൊന്ന് മനസ്സിലാക്കിക്കോട്ടെ. ആലോചിക്കണം നമ്മള്.
ക്ലാസ് മുറിയിൽ നമസ്കരിക്കണം എന്നാവശ്യപ്പെട്ട് ഓഫീസിനുള്ളിലേക്ക് ആ സ്ഥാപനത്തിലേക്ക് കുറച്ച് വിദ്യാർത്ഥികൾ കടന്നു വരുന്നു. സമാധാനപരമായി ഒന്നോ രണ്ടോ കുട്ടികൾ ഒരു പേപ്പറിനകത്ത് എഴുതി സർ ഞങ്ങൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം തരണം എന്നല്ല. അതൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന് അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്. അങ്ങനെ ആ നിയമം അനുസരിച്ചിട്ട് തന്നെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഇന്ന് നമസ്കരിക്കാൻ റൂം തുറന്നാൽ നാളെ പൂജാമുറിയും തുറക്കേണ്ടി വരും. അടുത്ത ദിവസം സൺഡേ സ്കൂളും ആരംഭിക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ അതൊരു വിദ്യാഭ്യാസ സ്ഥാപനമല്ലല്ലോ. ഇവര് 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രമതം പഠിക്കാനും ഇംപ്ലിമെന്റ് ചെയ്യാനും അല്ലല്ലോ ഈ സ്ഥാപനത്തിൽ വരേണ്ടത്. വിദ്യ അഭ്യസിക്കാനാണല്ലോ. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മളും കോളേജിലും സ്കൂളിലും ഒക്കെ പോയിട്ടുള്ളവരാ. നമ്മളാരും ഈ രൂപത്തിലുള്ള സമരങ്ങളൊന്നും കണ്ടിട്ടില്ല. പുസ്തകം കിട്ടിയില്ല, അധ്യാപകരില്ല എന്ന രൂപത്തിൽ നമ്മളൊക്കെ സമരം ചെയ്തിട്ടുണ്ട്. നമസ്കരിക്കണമെന്നാവശ്യപ്പെട്ട ഒരു സമരമോ. എന്നിട്ട് ഓഫീസിനകത്ത് മണിക്കൂറുകളോളം പ്രിൻസിപ്പലിനെ തടഞ്ഞു വെക്കുക, പ്രകോപനപരമായി മുദ്രാവാക്യം മുഴക്കുക. ആ മുദ്രാവാക്യത്തിനകത്ത് വന്ന പദമാണ് ഇന്ന് വീണ്ടും ഈ വിഷയം ചർച്ചയായത്. ഞങ്ങൾ മെജോറിറ്റി ആയില്ലേ, ഞങ്ങൾ ഭൂരിപക്ഷമായില്ലേ, പിന്നെന്താ ഞങ്ങൾക്ക് നമസ്കരിക്കാൻ സ്ഥലം തന്നാല് ഈ ഭൂമി മുഴുവനും ഞങ്ങളുടേതാകുമെന്ന്, മുറിയന്മാരുടേതാകുമെന്ന്, അള്ളാഹുവിന്റെ ഭരണമാണ് വരുന്നതെന്ന് ഞങ്ങളുടെ 6-ാം നൂറ്റാണ്ടിന്റെ പുസ്തകത്തിൽ എഴുതി വച്ചതിനനുസരിച്ചിട്ടല്ലേ ഞങ്ങൾ ചോദിക്കുന്നത്. എന്തേ ഞങ്ങൾക്ക് നമസ്കരിക്കാൻ സ്ഥലം തന്നാല്? അപ്പോ തന്നെ നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ കെവിൻ കെ കുര്യാക്കോസ് പ്രതികരിച്ചു. അദ്ദേഹം ഈ വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് സഡനായിട്ട് പറഞ്ഞു. നമസ്കരിക്കാൻ പ്രത്യേകം സ്ഥലം വേണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു മതവിഭാഗത്തിന് മാത്രമായി അങ്ങനെ ഒരു ഇടം നൽകാൻ ഈ സ്ഥാപനത്തിന്റെ നിയമം എന്നെ അനുവദിക്കുന്നില്ല. അതിന് പിന്നാലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഇരച്ചെത്തുന്നു, പ്രതിഷേധിക്കുന്നു. ഫാദർ കെവിൻ കുര്യാക്കോസ് പറഞ്ഞിടത്ത് തന്നെ നിന്നു. രക്ഷയില്ല, നിങ്ങൾ എത്ര കണ്ട് പ്രതിഷേധിച്ചാലും ശരി, ഈ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും ഞാൻ മുന്നോട്ടോ പിന്നോട്ടോ പോകില്ല. കേരളത്തിലെ ഓട്ടോണമസ് പദവിയിലുള്ള പ്രമുഖ കോളേജുകളിൽ ഒന്നാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജ്. മൂവാറ്റുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസറിന്റെ കയ്യും കാലും വെട്ടിയ കാലമല്ല ഇത്. അന്ന് ക്രിസ്ത്യൻ സഭ പോലും അദ്ദേഹത്തെ ഒറ്റുകൊടുത്തു, അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു, അദ്ദേഹത്തെ ആ സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കി. മുസ്ലിം മതമൗലികവാദികൾക്ക്, പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് കയ്യോ കാലോ തലയോ എന്താണോ വെട്ടേണ്ടത് ഒരു കുഴപ്പമില്ല. അവര് ആദ്യം മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്ന നയത്തിൽ ഉറച്ചു നിന്നു. ഇനി അത് നടക്കില്ല എന്നാണ് നിർമ്മല കോളേജ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോ കോളേജിന് സമീപത്തുള്ള മസ്ജിദ് 50 മീറ്റർ അകലെയുള്ളൂ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഈ സ്ഥാപനവും പള്ളിയും തമ്മിലുള്ള അകലം വൈറലാണ്. ഈ മസ്ജിദില് ഇവർക്ക് വെള്ളിയാഴ്ച നമസ്കരിക്കാൻ പോകുന്നതിന് മാനേജ്മെന്റ് ഇതുവരെ തടസ്സപ്പെടുത്തിയിട്ടില്ലല്ലോ. എന്നാലും കോളേജിനകത്ത് തന്നെ ഒരു നമസ്കാര മുറി വേണം. അത് ക്രമേണ അവർക്ക് പള്ളിയാക്കണം, അതിനകത്ത് തന്നെ നമസ്കരിക്കണം. ഇത് മുറിയന്റെ സ്ഥാപനമാണെന്നാണ് ഇവര് വിചാരിച്ചത്. ഇനിയിപ്പോ ഒരു മുറിയന്റെ സ്ഥാപനമാണെങ്കിൽ അവിടെ പോയി അമുസ്ലിം കുട്ടികൾക്ക് സമരം ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾക്കും ആരാധിക്കാനുള്ള സൗകര്യം ഈ സ്ഥാപനത്തിൽ വേണം. നടക്കില്ല. ഇത് നിർമ്മല കോളേജ് വിവാദത്തിൽ ഇതേ തീരുമാനത്തിൽ ഉറച്ചു നിന്ന മാനേജ്മെന്റിനെ കേരളത്തിന്റെ മതേതരത്വം ഉഗ്രരൂപത്തിൽ പിന്തുണച്ചു. കാരണം എന്തെന്നറിയാമോ? അടുത്തുള്ള പള്ളിയിൽ പോകാൻ നിങ്ങൾക്ക് പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് നമസ്കാരം അല്ലേ, പ്രത്യേകം നിങ്ങൾക്ക് മാത്രമായിട്ട് ഒരു നമസ്കാര റൂം വേണം എന്നതാണ് നിങ്ങളുടെ ആവശ്യമല്ലേ? അപ്പൊ ഇവരുടെ ഈ ആവശ്യം നിഷ്കളങ്കമല്ലെന്നും നമസ്കരിക്കുക എന്നതല്ല ഇവരുടെ ലക്ഷ്യമെന്നും കൃത്യമായി ഈ സ്ഥാപനം മനസ്സിലാക്കി, കേരളത്തിന്റെ മതേതരത്വം മനസ്സിലാക്കി. ഇതാ നോക്കിട്ടോ. നാളെ അവിടെ നമസ്കാര പള്ളി ഉണ്ടാക്കി കൊടുക്കണം മാനേജ്മെന്റ് എന്ന് പറയും. മാത്രമല്ല ഈ പ്രിൻസിപ്പളുമായിട്ടുള്ള ചർച്ച അദ്ദേഹം പറഞ്ഞല്ലോ, കേരളത്തിലെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിൽ പ്രാർത്ഥനാ മുറി വേണം എന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ ലഹളം ഉണ്ടാക്കിയെന്നൊക്കെയാണ് പറഞ്ഞു. ഇവര് പ്രാർത്ഥനാ മുറി ആവശ്യപ്പെട്ടില്ല.
ക്ലാസ് മുറിയിൽ കുട്ടികൾ നമസ്കരിക്കും എന്നാണ് മറ്റൊരു വാർത്ത. അതും ശരിയല്ല. കുട്ടികൾ റെസ്റ്റ് റൂമിലാണ് നമസ്കരിച്ചത്. അതിന്റെ റെസ്റ്റ് റൂമിൽ നമസ്കരിച്ചാൽ ശരിയാണോ എന്ന് ചോദിച്ചാൽ അത് വേറൊരു ചോദ്യമാണ്. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഇതിപ്പോ ഇന്ന് ഇങ്ങനെ ആവശ്യം വന്നു, നാളെ അവിടെ നമസ്കാര പള്ളി ഉണ്ടാക്കി കൊടുക്കണം മാനേജ്മെന്റ് എന്ന് പറയും. മാത്രമല്ല, ഈ പ്രിൻസിപ്പളുമായിട്ടുള്ള ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞല്ലോ, മക്കളെ, ഇതിവിടെ ഒരുപാട് കൊല്ലമായിട്ട് നടക്കുന്ന സ്ഥാപനം 1953 തുടങ്ങിയതാണ്, ഇതുവരെ കുട്ടികളൊക്കെ പള്ളിയിൽ പോയാണ് നമസ്കരിച്ചിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതില് ഒരു വിദ്യാർത്ഥി പ്രതി അച്ഛനോട് പറഞ്ഞു, അച്ഛോ ഇപ്പൊ ഞങ്ങൾ മെജോറിറ്റി ആയില്ലേ, ഞങ്ങൾ മെജോറിറ്റി ആയി എന്നുള്ളതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കും. അപ്പൊ ഈ രീതിയിലൊക്കെയാണ് കുട്ടികൾ ചിന്തിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തം. അതാണ്, ഞങ്ങൾ മെജോറിറ്റി ആയില്ല. അപ്പൊ കുട്ടികൾക്ക് കൃത്യമായി കോച്ചിങ് ലഭിച്ചിട്ടുണ്ട് ഇവിടെ നിന്നോ. ആ കോച്ചിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാപനത്തിൽ ഇവര് മതം കലർത്താൻ തയ്യാറാകുന്നത്. ഇവർക്ക് നമസ്കരിക്കാനോ ഇവരുടെ മതം ഫോളോ ചെയ്യലോ ഒന്നുമല്ല ലക്ഷ്യം. നമ്മൾ കർണാടകയിലെ ക്രിസ്ത്യൻ കോളേജിലെ ഹിജാബ് സമരത്തിൽ നമ്മൾ കണ്ടില്ലേ, അതേപോലെയുള്ള ഒരു പാർട്ടാണ് ഇവിടെ. നീറ്റ് പരീക്ഷയ്ക്ക് ഇവരെ മാത്രം സെർച്ച് ചെയ്യാൻ പാടില്ല. ഇവരെ മാത്രം സെർച്ച് ചെയ്യരുത്. ഇവരെ ഒരു കാര്യവുമില്ലാതെ മറ്റുള്ളവർ പരിഗണിച്ചുകൊണ്ടേയിരിക്കണം. ഇവരെ പരിഗണിക്കണം. ഇവരുടെ മതത്തെ ഭയക്കണം. ഇവരുടെ പ്രതിഷേധത്തെ ആളുകൾ ഭയത്തോടുകൂടി കാണണം. ഇവര് ശബ്ദമുണ്ടാക്കിയാൽ ഉടനെ തന്നെ മാനേജ്മെന്റ് ഭയക്കണം, സ്ഥാപനം ഭയക്കണം. കേരളത്തിന്റെ മതേതരത്വം വിറയ്ക്കണം. അബു അറക്കൽ പാപ്പയാണ് കേട്ടാ മോനെ, നിന്റെ തന്തയാണ്. തന്തയെ വിളിക്കുന്ന വിളി ഇവിടെ വന്ന് വിളിക്കലാണ് ആ വിവരദോഷി. എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. തള്ളക്ക് വിളി കേൾക്കാൻ വേണ്ടിയിട്ടാണ് നീയൊക്കെ വരുന്നതെന്ന് എനിക്കറിയാം. ഫാത്തിമത്ത് നാജിയ അഫ്സൽ, വയനാട് അത്രയും വലിയ ദുരന്തം നടന്നിട്ട് മതങ്ങളെ കുറ്റം പറയാൻ നിൽക്കാതെ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചുട. നീ പോയി പ്രാർത്ഥിക്കണേ ചെല്ല്. ഞാൻ പ്രയത്നത്തിൽ വിശ്വസിക്കുന്ന ആളാ, ഞാൻ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്ന ആളല്ല. അബു അറക്കൽ ഉമ്മക്കില്ലേ? ഇല്ലടാ, നിന്റെ ഉമ്മ വിൽക്കാൻ വെച്ചിരിക്കുന്നത് പോലെ ഇവിടെ ആരെങ്കിലും വിൽക്കാൻ വെച്ചിരിക്കണതാണ് നീ വിചാരിച്ചിരിക്കുന്നത്? ആണോ? നിന്റെ പേരിലുണ്ടടാ മുഹമ്മദിന്റെ സംസ്കാരം എന്താണെന്ന്. മുഹമ്മദ് കെട്ടിയ ഉമ്മമാരൊക്കെ ആ തരത്തിലാന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങനെയാണെന്ന് നീ വിചാരിക്കല്ലടാ, നിനക്ക് തെറ്റിപ്പോയി. ഇപ്പോ ഈ വിഷയത്തിൽ പ്രതികരണവുമായി നമ്മുടെ മുസ്ലിം പുരോഹിതനായ ഹുസൈൻ മടവൂര് വന്നത് നിങ്ങളിൽ പല ആളുകളും കണ്ടിട്ടുണ്ടാവും. ആദ്യം തന്നെ ഈ പ്രശ്നം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ എന്താ ഇവരാദ്യം ചെയ്തത് എന്നറിയാമോ? മഹല്ലുകാരെല്ലാം കൂടി തീരുമാനിച്ചിട്ട് ശരി, നമുക്ക് ഈ കുട്ടികൾക്ക് തെറ്റുപറ്റി എന്ന് മാപ്പ് പറഞ്ഞേക്കാം. കാരണം ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിനകത്ത് കയറി വന്നിട്ട് അവിടെ ഞങ്ങൾക്ക് നമസ്കരിക്കാൻ പള്ളി വേണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ സ്ഥാപനത്തിന്റെ തൊട്ടടുത്തുള്ള പള്ളി പോരെ നിങ്ങൾക്ക് എന്ന് ചോദിക്കില്ലേ? അതുകൊണ്ട് ആ സമയത്തായിരിക്കും അയ്യോ, ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ പള്ളി ഇവരാവശ്യപ്പെട്ടു പോയോ, അങ്ങനെയാണെങ്കിൽ മുസ്ലിം പള്ളികളിലെ 95% പള്ളികളിലും മുസ്ലിം സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്തു പോകുമല്ലോ. അതുകൊണ്ട് തൽക്കാലം നമുക്ക് മാപ്പും കോപ്പുമായിട്ട് രംഗത്ത് വരാം. നമ്മൾ പ്രതീക്ഷിച്ചത് പോലെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഒട്ടനെ തന്നെ മാപ്പ് വരുമെന്ന്. മാപ്പ് വന്നല്ലോ. ഇതിനെ സംബന്ധിച്ച് ഹുസൈൻ മടവൂർ എന്താ പറയുന്നത് നോക്കില്ല. കേരളത്തിൽ അറിയപ്പെടുന്ന ഇസ്ലാമിക പണ്ഡിതനും അതുപോലെ തന്നെ കോഴിക്കോട് പാളയം പള്ളിയിലെ എത്ര വർഷങ്ങളായി, 40 വർഷത്തോളമായി അവിടുത്തെ ചീഫ് ഇമാമായിട്ടുള്ള ഡോക്ടർ ഹുസൈൻ മടവൂർ സാഹിബാണ്. അദ്ദേഹത്തെ നമ്മൾ ഇന്ന് കാണുന്നത്, സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം കേരള സമൂഹത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടെ ഒരുപാട് വിവാദങ്ങൾ, മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെടുകയാണ്. ഈ അടുത്ത ദിവസം നമുക്കറിയാം ഈ മൂവാറ്റുപുഴ നിർമ്മല കോളേജില് ഒരു വിവാദം നടന്നു. അതായത് അവിടുത്തെ പെൺകുട്ടികൾ നിസ്കരിക്കാൻ വേണ്ടി സൗകര്യം ചെയ്തതുമായി ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവാദം. ഈ ഒരു സംഭവത്തോട് എങ്ങനെയാണ് മടവൂർ സാഹിബ് എങ്ങനെ പ്രതികരിക്കുന്നത്? ഈ വിഷയത്തിൽ എനിക്കറിയാവുന്ന ചില സുഹൃത്തുക്കളുമായി ഞാൻ അന്വേഷണം നടത്തി അവരോട്. അപ്പോൾ എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് വളരെ ലളിതമായ ഒരു സംഗതിയാണ്, വളരെ സിമ്പിളാണ്. എന്നിട്ട് അവിടെ കുറച്ച് കുട്ടികൾ, 2-3 പെൺകുട്ടികൾ കോളേജിൽ ഒരു റൂമിൽ നമസ്കരിച്ചു. അപ്പൊ അങ്ങനെ നമസ്കരിക്കേണ്ടത് പ്രിൻസിപ്പൾ പറയുകയും ചെയ്തു. കോളേജിന്റെ റെസ്റ്റ് റൂമോ ഗസ്റ്റ് റൂമോ എന്തോ റൂമിലാണ്, റെസ്റ്റ് റൂമില്. അപ്പോൾ അവർ അത് നിർത്തി. അത് അറിഞ്ഞോടുകൂടി
പല സംഘടനകളിലും പെട്ട വിദ്യാർത്ഥികൾ ഒന്നിച്ച് പ്രിൻസിപ്പളുടെ അടുത്തേക്ക് പോയി അതൊരു വിഷയമാക്കി മാറ്റുകയാണ്. അപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു അങ്ങനെ നമസ്കരിക്കാൻ പറ്റില്ല, ഇനി വേണമെങ്കിൽ നിങ്ങൾ റിക്വസ്റ്റ് തന്നാൽ ഞാൻ ആലോചിക്കാം. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു രീതി. ഒരു അതോറിറ്റി ഉണ്ടാവുമല്ലോ, ഒരു കമ്മിറ്റിയോ അതിന് മാനേജ്മെന്റ് ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അതൊരു വലിയ ഇഷ്യൂ ആയി മാറി. അപ്പോഴേക്കത് ചാനലുകളിൽ വന്നു. ഇത് വളരെ സിമ്പിളാണ്. അതായത് ഏത് സ്ഥലത്തും അത് മാനേജ്മെന്റ്, ഇപ്പൊ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കോളേജിലൊക്കെ ആ മാനേജ്മെന്റ് ആണ് അത് തീരുമാനിക്കുന്നത്. എത്രയോ സ്ഥാപനങ്ങളിൽ കുട്ടികൾ അങ്ങനെ നമസ്കരിക്കുന്നുണ്ട്. ഒരു സ്ഥാപനത്തിൽ ഏത് രൂപത്തിലുള്ള നിയമം പ്രാവർത്തികമാക്കണം എന്ന ആ സ്ഥാപനത്തിന്റെ അതോറിറ്റിയാണ് തീരുമാനിക്കുന്നത്. അത് കുട്ടികൾക്ക് അറിയാത്തത് കൊണ്ടല്ല. പിന്നിൽ നിന്ന് ഇവരെ കൺട്രോൾ ചെയ്ത് ഈ പ്രശ്നത്തിലേക്ക് തള്ളിവിടുന്ന ഒരു അതോറിറ്റി ഉണ്ട്, ഒരു തീവ്രവാദ സംഘമുണ്ട്, സംഘടനയുണ്ട്. അവരാണ് അതിന്റെ പിന്നിൽ. കത്തോലിക് കോൺഗ്രസ് അവരുടെ ഒരു പ്രസ്താവനയിൽ പറയുന്നത് ഈ കോളേജിന്റെ തൊട്ടടുത്ത് 50 മീറ്റർ അടുത്ത് ഒരു മുസ്ലിം പള്ളിയുണ്ട്. അവിടെ പെൺകുട്ടികളെ അനുവദിക്കാത്തതുകൊണ്ടാണ് ഈ ഒരു ആവശ്യം അവർ ഉന്നയിക്കേണ്ടി വന്നത്. ആദ്യം ആ വിഷയമാണ് പരിഹരിക്കേണ്ടത്. അല്ല, ആ പറഞ്ഞത് ശരിയാണെങ്കിൽ അത് പരിഗണിക്കണം. കാരണം അതിന് തൊട്ടടുത്ത് കുട്ടികൾക്ക് നമസ്കരിക്കാൻ പെൺകുട്ടികൾക്ക് സൗകര്യമില്ലെങ്കിൽ അവിടുത്തെ മഹല്ല് ജമാഅത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ മുസ്ലിം ഓർഗനൈസേഷൻ ഉണ്ടാവും. അത് മുസ്ലിം സമുദായം ഏറ്റെടുത്ത് പരിഹരിക്കും. ഇവിടെ മുസ്ലിം സമുദായമാണ് ഇവരുടെ പ്രശ്നം പരിഹരിക്കേണ്ടത്. അബ്ദുൾ റഹീമെ അവിടെ എത്രയോ കാലമായിട്ടൊന്നും നമസ്കരിക്കുന്നില്ല. റെസ്റ്റ് റൂം ഇവര് നമസ്കരിച്ചപ്പോൾ ഏതാണ്ട് മാനേജ്മെന്റിന് മനസ്സിലായി ഇവരിത് പള്ളി റൂമാക്കി മാറ്റും. ഈ സ്ഥാപനത്തിനകത്തേക്ക് ഇവർ പള്ളി കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. 5 മിനിറ്റ് മാത്രമാണ് നമസ്കാര സമയം. അവര് ഞങ്ങൾക്ക് നമസ്കരിക്കാൻ അവസരം വേണമെന്ന് മാത്രമാണ് പറഞ്ഞത്. അതിന് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിലേക്ക് വലിഞ്ഞു കയറേണ്ട കാര്യമില്ലല്ലോ. എത്രയോ ഇസ്ലാമിക മാനേജ്മെന്റ് സ്ഥാപനങ്ങളുണ്ട്. അവിടെയൊക്കെ പോയാൽ നമ്മൾ മുറിയന്മാരാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കിട്ടത്തില്ലേ അഡ്മിഷൻ? അപ്പിക്കുപ്പായക്കാരികളാണെങ്കിൽ പെട്ടെന്ന് കിട്ടില്ലേ? അപ്പൊ അവിടെയാണെങ്കിൽ നമസ്കാര റൂം ഓൾറെഡി തന്നെ ഉണ്ടാകും, ഒരു സമരവും ചെയ്യണ്ട. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ജനാധിപത്യ ഇന്ത്യയിൽ ഞങ്ങൾക്ക് മുഖം മറയ്ക്കണം, ഞങ്ങൾക്ക് സഞ്ചരിക്കുന്ന ശ്മശാനങ്ങളെ പോലെ ബലിക്കാക്കകളെ പോലെ ഇങ്ങനെ നിരന്നിരിക്കുന്ന രൂപത്തിൽ അപ്പിക്കുപ്പായം ഇട്ടോടെ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയത്തില്ലേ, ഇത്തരം മതനിയമങ്ങൾ പാകിസ്ഥാനിലും അഫ്ഗാനിലും ഒരു പ്രയാസവും ഇല്ലാതെ, ഒരു പ്രതിഷേധവും ഇല്ലാതെ നിങ്ങൾക്ക് അവിടെ പറ്റും. അതുകൊണ്ട് നിങ്ങളോട് അവിടെ പോകാൻ പറയുന്നില്ല. പക്ഷെ ഇവിടെ പള്ളിയിൽ പോയേ പറ്റൂ. ഇവരുടെ നമസ്കാരമാണ് ഇവരുടെ ലക്ഷ്യമെങ്കിൽ ഇവർക്ക് ആ പള്ളിയിൽ പോയാലും നമസ്കരിക്കാം. പക്ഷെ നമസ്കാരമല്ല ലക്ഷ്യം, ഒരു വർഗീയ ലഹളയാണ് ലക്ഷ്യം. ഒരു കാര്യമാണ്. അതിലും ഒരു രാഷ്ട്രീയം കാണുകയും അതൊരു ഇഷ്യൂ ആക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ അർത്ഥമല്ല. കാരണം ക്രൈസ്തവ സമൂഹവും ഹൈന്ദവ സമൂഹവും മുസ്ലിങ്ങളും ഇവിടെ ഇപ്പോഴും വളരെ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും ആദരവിലുമാണ് ജീവിക്കുന്നത്. ഞാൻ 1-2 ഉദാഹരണം പറയാം. ശ്രീ രവിശങ്കർ ഇപ്പൊ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു സന്യാസിയാണല്ലോ, ഒരു ആത്മീയ ആചാര്യനാണ്. അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ അദ്ദേഹം വിളിച്ചു ചേർത്ത ഒരു മത പണ്ഡിത സമ്മേളനത്തിൽ 3 ദിവസം ഞാൻ പങ്കെടുത്തിരുന്നു. അതിൽ മുസ്ലിം പണ്ഡിതന്മാരും ഹിന്ദു പണ്ഡിതന്മാരും ക്രിസ്ത്യൻ പണ്ഡിതന്മാരും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹം തന്നെ പ്രത്യേകം അറേഞ്ച് ചെയ്ത് തന്നത് നമുക്ക് മുസ്ലിം ഡെലിഗേഷൻ നമസ്കരിക്കാനുള്ള സ്ഥലമാണ്. ഇവിടെ ഞങ്ങൾക്ക് നമസ്കരിക്കാം, ആശ്രമത്തിൽ തന്നെ ഇവിടെ വുദു എടുക്കാം, ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ ഞാൻ ബത്തേരിന്നപ്പുറം പുൽപ്പള്ളിക്കപ്പുറം മുള്ളംകൊല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ക്രൈസ്തവ ചർച്ചിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു, വെഞ്ചിരിക്കൽ. അതിന് ഞാൻ പോയപ്പോഴേ ഞാനും വയനാട് ജില്ലയിലുള്ള നമ്മുടെ ഒരു 5-6 സുഹൃത്തുക്കൾ പോയി. മഗ്‌രിബ് നമസ്കാരത്തിനാണ് അവിടെ എത്തിയത്. അപ്പൊ അവിടെ എത്തിയ ഉടനെ മഗ്‌രിബിന്റെ സമയമായപ്പോൾ അവിടെ പള്ളിയിലുള്ള അച്ഛന്മാരൊക്കെ നമ്മളോട് പറഞ്ഞു നമസ്കാര സമയമായിട്ടുണ്ട്, ഇവിടെ നമസ്കരിച്ചോളൂ എന്നാണ്, നമ്മൾ റിക്വസ്റ്റ് ചെയ്യാതെ. അപ്പൊ അതാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു രീതി. പ്രവാചകന്റെ കാലത്തും ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു ഉണ്ട്. പ്രവാചകന്റെ കാലത്ത് മദീനയിലെ പള്ളിയിൽ നബിയെ കാണാൻ വന്നിരുന്ന ക്രൈസ്തവ പണ്ഡിതന്മാർ ഒരു ഡെലിഗേഷൻ, അവർക്ക് അവരുടെ പ്രാർത്ഥനാ സമയമായപ്പോൾ അവിടുന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു എന്ന് എത്രയോ ചരിത്ര പുസ്തകങ്ങളിലുണ്ട്. അത് അങ്ങനെ തന്നെ സാധിക്കുകയുള്ളൂ. എനിക്ക് തോന്നുന്നത് കേരള സമൂഹത്തിൽ ഇത്തരം പാരസ്പര്യം ഉണ്ടായിരുന്നെങ്കിലും ഈ അടുത്ത കാലത്തായിട്ട് പ്രത്യേകിച്ചും ഈ മുസ്ലിം ക്രിസ്ത്യൻ സമൂഹങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു അകൽച്ച, കുറെ കൂടി അകൽച്ചയുടെ അകലം കൂട്ടാൻ വേണ്ടി ഹുസൈൻ മടവൂര് പലപ്പോഴും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, മറ്റു മതമൗലികവാദികളിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്ന ആളാണ്. ഈ കൊറോണ കാലത്ത് ഞാൻ പറയാം, കൊറോണ കാലത്ത് എല്ലാവർക്കും വെള്ളിയാഴ്ച എന്ന് പള്ളിയിൽ പോയേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ഹുസൈൻ മടവൂര് പറഞ്ഞു പള്ളി അടച്ചേക്ക്. ഈ നാടിനൊരു നിയമമുണ്ട്, നമ്മളോടൊക്കെ ക്വാറന്റൈനിൽ ഇരിക്കാനെന്നാ പറഞ്ഞത്, നമ്മളോടൊക്കെ വീട്ടു തടങ്കലിൽ ഇരിക്കാനാ പറഞ്ഞത്. എന്തിനാ? ഒരു നാട് മുഴുവനും പകർച്ചവ്യാധിയിൽ അകപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയാണ്. നമസ്കരിക്കണ്ട. എങ്ങനെയുണ്ട്? അതാ ഞാൻ പറഞ്ഞത്, മറ്റുള്ളവരൊക്കെ പള്ളിയിൽ പോകണം, കൊറോണ വന്ന് മരിച്ച ആളുകൾക്ക് മയ്യത്ത് സംസ്കരണം ചെയ്യണം ഞങ്ങൾക്കെന്നൊക്കെ പറഞ്ഞു വാശി പിടിച്ച സമയത്ത് ഈ നാടിന്റെ നിയമത്തോടൊപ്പമാണ് ഇദ്ദേഹം നിന്നത്. അതുകൊണ്ടാണ്
ഇദ്ദേഹം പലപ്പോഴും മൈൽഡായിട്ടുള്ള സമീപനമാണ് പല വിഷയങ്ങളിലും സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം നമ്മൾ കേൾക്കണമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ശ്രമങ്ങൾ നടക്കുന്നത് അതിന്റെ ഭാഗമായിരിക്കാൻ തോന്നുന്നു. അതിന്റെ ഭാഗം നമ്മളിപ്പോൾ കാണുന്നത് എന്താണെന്നറിയോ, അകൽച്ച കൂട്ടിക്കൊണ്ടുവരിക വിവിധ സമുദായങ്ങൾക്കിടയിൽ. അത് നമ്മൾ സമ്മതിക്കാതിരിക്കണം. പിന്നെ അനാവശ്യമായ വിഷയങ്ങൾ ഉണ്ടാക്കണ്ടല്ലോ. അപ്പൊ ഇത് തന്നെ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പെൺകുട്ടികൾക്ക് സൗകര്യം ഇല്ലെങ്കിൽ ആ പള്ളി ജമാഅത്തിനോട് പറഞ്ഞാൽ അവരെന്തെങ്കിലും അറേഞ്ച്മെന്റ് ചെയ്തു കൊടുക്കും. അതാണ് ഈ കേരളം മുഴുവനും പറയാൻ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. നിങ്ങൾക്ക് നമസ്കരിക്കാൻ സ്ഥലം വേണം, സൗകര്യം വേണമെങ്കിൽ നിങ്ങൾ ആദ്യം പോകേണ്ടത് നമ്മുടെ സമുദായത്തിന്റെ സ്ഥാപനമല്ലേ? പള്ളി നമസ്കരിക്കാൻ വേണ്ടി മാത്രമുള്ള സ്ഥാപനമല്ലേ? ഞങ്ങൾ ഇത്ര പെൺകുട്ടികളുണ്ട് ഇവിടെ, ഞങ്ങൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം പള്ളിയിൽ ചെയ്തു തരണമെന്നായിരുന്നില്ലേ പറയേണ്ടിയിരുന്നത്? ആ പള്ളിക്കാരല്ലേ ഈ മുസ്ലിം പെൺകുട്ടികളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കേണ്ടത്? അതാണ് ഞാൻ പറഞ്ഞത്, ഇദ്ദേഹത്തിന്റെ അഭിപ്രായം വ്യത്യസ്തമായിരിക്കുമെന്ന്. പള്ളിയോടനുബന്ധിച്ച് നമസ്കരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കും, യാതൊരു സംശയമില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എന്ന് മനസ്സിലായല്ലോ അല്ലെ? മുസ്ലിം സംഘടന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് വിശാഖ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ മരിച്ചാൽ പള്ളിക്കകത്ത് കയറാൻ പറ്റുമോ? അവരുടെ മയ്യത്ത് സംസ്കരണത്തിന് പങ്കെടുക്കാൻ പറ്റുമോ? ഖബറിൽ ചെന്ന് നിന്ന് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഖബർ ഒന്ന് കാണാൻ പറ്റുമോ? അതിനൊന്നുമുള്ള സൗകര്യമില്ല. വിവാഹത്തിന് പ്രാതിനിധ്യമുണ്ടോ? ഉണ്ടോ? ആദ്യം അതൊക്കെ ഒന്ന് നേടിയെടുക്കാൻ ശ്രമിക്കേ, ശരിയല്ലേ? മുസ്ലിം സമുദായത്തില് ആദ്യം സ്ത്രീകളെ പരിഗണിക്കുന്ന ഒരു രീതി, പെണ്ണിനെ മനുഷ്യനായി അംഗീകരിക്കുന്ന ഒരു രീതി ആദ്യം മതത്തിനകത്ത് നിന്നിട്ട് നമ്മുടെ സമുദായത്തിന് ഉണ്ടാക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മതി ക്രിസ്ത്യൻ മാനേജ്മെന്റിൽ നമസ്കാരപ്പായവരിക്കാൻ മുസ്ലിം ജമാഅത്തുകളോ അത് ഏറ്റെടുക്കും. ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഇതൊക്കെ പല രാജ്യങ്ങളിൽ നിന്നും മുസ്ലിം ഫത്വ ബോർഡുകളോടും പണ്ഡിതന്മാരോടും ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പൊ UK യിലാണ് US ലാണ്, ഞങ്ങളുടെ കോളേജിൽ ഞങ്ങൾക്ക് ക്ലാസ് ടൈമിന് നമസ്കരിക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്നുണ്ട്, അപ്പൊ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്പൊ ആ ഫത്വകളിലൊക്കെ പറഞ്ഞത് നമസ്കാരം അതിന്റെ സമയത്ത് നമസ്കരിക്കേണ്ടതാണ്. എന്നാൽ അതിന് കഴിയാത്ത വിധം കാരണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 നമസ്കാരം ഒന്നിച്ച് നമസ്കരിക്കാം. അപ്പൊ ലോഹറും അസറും കൂടെ, അസറിന്റെ സമയത്ത് നമസ്കരിക്കാം, സ്കൂൾ വിട്ടിട്ട് സമയം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ലോഹറിന്റെ സമയത്ത് ഇങ്ങോട്ട് നമസ്കരിക്കണം, അങ്ങനെ ചെയ്യാം. ചുരുക്കാൻ പറ്റില്ല. അത് എന്താ വെച്ചാൽ ചുരുക്കി നമസ്കരിക്കുന്നതിന് കസർ എന്ന് പറയാം. അത് യാത്രക്കാരന് മാത്രമുള്ളതാണ്. ഇതിന് പറയാം ജമ്മ് എന്നാണ്. ജമ്മ് എന്ന് പറഞ്ഞാൽ അസുഖമുള്ളവർക്ക്, അസൗകര്യമുള്ളവർക്ക്, പ്രയാസങ്ങളുള്ളവർക്ക് നിർബന്ധിതമായ നിലക്ക് ആ സമയത്ത് നിസ്കരിക്കാൻ കഴിയാത്ത ചില ആളുകൾ ചില വീക്ഷണപ്രകാരം ഈ സാധാരണ രീതിയിൽ സുന്നി വീക്ഷണപ്രകാരം ഇത്ര കിലോമീറ്റർ അത് യാത്രക്കാണ്, അത് കസറാക്കുന്നതിനാണ്. ജമ്മിന് അവർക്കും അതില്ല ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പല ഗ്രന്ഥങ്ങളും നോക്കി. അപ്പൊ ഇതെന്ത് വേണമെന്ന് വെച്ചാല് ഈ കുട്ടികൾ, അവിടുത്തെ അവരെ മാത്രം ഇഷ്യൂ അല്ല, നമ്മുടെ നാട്ടിലുള്ള എല്ലാ സ്ഥലത്തുള്ള ആളുകൾ, കോളേജിൽ മാത്രമാണോ, കോളേജില്, ഹോസ്പിറ്റലുകളില്, മാളുകളിൽ, പല നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാൽ പൊതുരംഗത്തല്ലേ. ഈ ക്രിസ്ത്യൻ ഹോസ്പിറ്റലുകളിൽ തന്നെ ഇത്തരം സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞുതരാം, എത്രയോ ഹോസ്പിറ്റലുകളിൽ പ്രെയർ റൂം ഉണ്ട്. പ്രെയർ റൂം എന്ന് പറഞ്ഞാൽ മുസ്ലിം പ്രെയർ റൂം ഉണ്ട്. ഈ പ്രെയർ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ രാജ്യത്തെ പ്രധാന എയർപോർട്ടുകളിലൊക്കെ പ്രെയർ റൂം ഉണ്ട്. അത് ഇപ്പോഴത് മൾട്ടി റിലീജിയസ് പ്രെയർ ഹാൾ എന്നും മെഡിറ്റേഷൻ ഹാൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നമസ്കരിക്കുന്നുണ്ട്. വേറെ പ്രെയർ ചൊല്ലുന്നവർക്ക് അതും ആവാം. അതും ഒരു പരിഹാരമാണ്. എല്ലാവർക്കും പ്രെയർ ചെയ്യാവുന്ന വിധത്തിൽ ഇങ്ങനെ ബഹുസ്വര സമൂഹമായി ജീവിച്ച് വരുന്നിടത്ത് ചെയ്യാം. പിന്നെ എല്ലാം നമ്മൾ ഒരു അതോറിറ്റിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടത്. ഇപ്പൊ പബ്ലിക് പ്ലേസിൽ, ഇപ്പൊ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ, അതല്ലെങ്കിൽ ഒരു ബീച്ചിൽ, അവിടെയൊക്കെ എന്തെല്ലാം നടക്കുന്നു? അയ്യപ്പൻ വിളക്ക് നടത്താറുണ്ട്, മുസ്ലിങ്ങൾ ഈദ്ഗാഹ് നടത്താറുണ്ട്. ഇതൊക്കെ നടത്തുന്നത് അങ്ങോട്ട് ചെന്നിട്ട് നടത്തല്ല, അതിന്റെ അതോറിറ്റിയോട് പെർമിഷൻ വാങ്ങിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു മാനേജ്മെന്റ് സ്ഥാപനത്തിൽ അങ്ങനെ വേണമെങ്കിൽ അവരോട് ആവശ്യപ്പെട്ടിട്ട് അവർ പെർമിഷൻ തരികയാണെങ്കിൽ, സാധാരണ ആൾക്ക് പെർമിഷൻ കൊടുക്കുന്നുണ്ട് ഒരുപാട് സ്ഥാപനങ്ങളിൽ, അങ്ങനെ ചെയ്യാം. ഇനി അതില്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ മാതിരിയിൽ അടുത്ത പള്ളിയിൽ സൗകര്യം ഉണ്ടാക്കാം, അല്ലെ പള്ളി വേണ്ട ഒരു സ്ഥലത്ത് പ്രെയർ ഹാൾ ഉണ്ടാക്കാം, അതല്ലെങ്കിൽ ഇതുമാതിരി അവർക്ക് ജമ്മ് ചെയ്യാം. പല പരിഹാരങ്ങളുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ ഇഷ്യൂ ഇവിടെ നിർത്തണം, ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഇനി വിദ്യാർത്ഥികളോ അവരുടെ രക്ഷിതാക്കളോ അതിന്റെ പുറകിൽ മുസ്ലിം സംഘടനകളോ ഇനി അത് ഊതി വീർപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ സംഘടനകളോ ഒന്നും വരില്ല. എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ കേരളത്തിലെ പുതിയ രാഷ്ട്രീയ കാലാവസ്ഥയില്, കാരണം UDF എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ മുസ്ലിം ഒരു മുന്നോക്ക ഹിന്ദു ഒരു ഇതാണല്ലോ, ഒരു കൂട്ടായ്മയാണ്, അങ്ങനെയാണ് പറയപ്പെടുന്നത്. പക്ഷെ അതില് ഇപ്പൊ ഈ നമ്മുടെ പുതിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ റിസൾട്ടിന് ശേഷം, അതായത് ക്രിസ്ത്യൻ മുസ്ലിം ഈ ഡിവൈഡ് വർദ്ധിപ്പിച്ചാല് സംഘപരിവാർ ശക്തികൾക്ക് അതിനെക്കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് അത് കൂടുതൽ ശക്തിപ്പെടുത്താൻ അതായിരിക്കും കാരണം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അല്ല, അതുണ്ടാവും. എന്താ പറയുക, ഇതിലൊക്കെ തന്നെ പൊളിറ്റിക്സ് വരുമ്പോൾ സമവാക്യങ്ങൾ മാറും. നിങ്ങൾ നോക്കൂ, രാഷ്ട്രീയക്കാർ UDF ആയാലും LDF ആയാലും ഇന്ന ആളുകൾ വർഗീയവാദികളാകുന്നു, അതുകൊണ്ട് അവരുമായി നമുക്ക് ബന്ധമില്ല എന്ന് പറയുന്ന ആളുകൾ കുറച്ചു മുമ്പ് അവരുടെ കൂടെ ആയിരിക്കും. അതുമായി ഇന്ന് ഇവര് വർഗീയവാദികൾ, ഇന്നലത്തെ മിത്രമാണ് ഇന്ന് ശത്രുവായി മാറുന്നത്. എന്ത് കൃത്യമാണ് അദ്ദേഹത്തിന് എന്ന് പറയുന്ന ആളുകൾ നാളെ വർഗീയവാദികളായി കാണാം. അത് ഇലക്ഷൻ വോട്ട് ബാങ്ക്, അത് വേറെ വിഷയം. ഞാൻ പറയുന്നത് അതിന്റെ രാഷ്ട്രീയമല്ല. ഞാൻ പറയുന്നത് മതപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ഈ കുട്ടികൾക്ക് തന്നെ അവരുടെ
എൽഡേഴ്സിനോട് പറയാലോ, അല്ലെങ്കിൽ പണ്ഡിതന്മാരോട് പറയാലോ, അല്ലെങ്കിൽ അവിടുത്തെ മഹല്ല് ജമാഅത്തിന്റെ ആളുകളോട് പറയാം, ശാന്തമായി വിവേകത്തോടു കൂടി ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസം നേടിയ ആളുകൾ ഇത് കൈകാര്യം ചെയ്യാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതിനൊക്കെയുള്ള ഒരുപാട് വേദികളുണ്ട് ഇപ്പൊ നമുക്ക്. ഇപ്പൊ കേരള കത്തോലിക് കോൺഗ്രസിന്റെ ഒരു പത്രക്കുറിപ്പിൽ പറയുന്നത് അവരുടെ കോളേജുകളിൽ ഇങ്ങനത്തെ ഒരു സൗകര്യം അനുവദിക്കില്ല എന്നുള്ള രീതിയാണ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞതായിരിക്കും. എനിക്ക് തോന്നുന്നത് പൊതുവെ എല്ലാ സ്ഥാപനങ്ങളിലും ഇപ്പം ഹിന്ദുക്കൾ നടത്തുന്നതാണെങ്കിൽ ക്രിസ്ത്യാനികൾ നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങളൊക്കെ പ്രത്യേകിച്ചും വ്യാപാര താല്പര്യങ്ങളുണ്ടാവും, ആളുകളിലൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത് എല്ലാവർക്കും അംഗീകരിക്കാവുന്ന ഒരു സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. അതിലിപ്പോ എന്താണെന്നറിയാം പ്രശ്നം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം 5 വക്ത നമസ്കാരം 5 നേരം നമസ്കരിക്കൽ നിത്യം ചെയ്യേണ്ട ഒരു കർമ്മമാണ്. അപ്പോൾ ഹൈന്ദവ സുഹൃത്തുക്കൾക്കും അവരെ ക്രിസ്ത്യൻ സുഹൃത്തുക്കൾക്കും ഒക്കെ അത്ര കൂടുതൽ സമയം ഓരോ ദിവസവും നിർബന്ധമായി പ്രാർത്ഥിക്കണമെന്നില്ല. അവർക്കിപ്പോ പിന്നെ ഈ സൺഡേ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും അമ്പലത്തിൽ പോയാലും പോയില്ലെങ്കിലും അവർക്ക് അങ്ങനെ തന്നെ തുടരാം. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിട്ടും അങ്ങനെയാണ്. മുസ്ലിങ്ങൾക്ക് മാത്രം പിന്നെ വിശ്വാസം കുറച്ച് തീവ്രമാണ്. അത് ക്രിസ്ത്യാനികൾക്ക് വളരെ പ്രധാനമാണ്. അതുപോലെ ഹിന്ദുക്കൾക്കും ചില ദിവസങ്ങളിൽ സമയങ്ങളിലൊക്കെ ഉണ്ട്. അത് മുസ്ലിങ്ങളുടേതുപോലെ ഇങ്ങനെ ഒരു ദിവസം 5 നേരം ആവർത്തിച്ചു വരുന്ന ഒരു കാര്യമായിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പോയി നോക്കൂ, ഈ മൾട്ടി റിലീജിയസ് പ്രയർ ഹാൾ എന്ന് പറയുന്നിടത്തും പ്രയറിന് വരുന്നത് മുസ്ലിങ്ങളിൽ നിന്നാണ്. എയർപോർട്ടിൽ കാണാം, വേറെ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അത് കാണാം. പക്ഷെ അതെല്ലാവർക്കും കൂടിയാണ്. അപ്പൊ അങ്ങനെ ഒരു സമീപനവും പറ്റും. എനിക്ക് തോന്നുന്നത് മുസ്ലിം വിഭാഗത്തിൽ പ്രത്യേകിച്ചും കേരളത്തിലെ മുസ്ലിങ്ങളിൽ 90% ഈ സുന്നി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ടോ? 90% ഒരു പക്ഷേ അംഗീകരിക്കാൻ അല്ല. സുന്നി എന്ന് പറഞ്ഞാല് കേരളത്തിലെ മുസ്ലിം സംസ്ഥാനം എല്ലാവരും സുന്നികളായിട്ട്. അപ്പൊ മുജാഹിദ് വിഭാഗങ്ങളുണ്ട്, സമസ്ത വിഭാഗങ്ങളുണ്ട്, സംസ്ഥാന ഉണ്ട്. സമസ്ത ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ഇത്തരം വിഷയങ്ങളിൽ ഇപ്പൊ ഈ അനുഷ്ഠാനങ്ങളുടെ വിഷയങ്ങളിലൊക്കെ നിസ്കാരം മറ്റൊരു നിസ്കാരത്തിന്റെ കൂടെ നിസ്കരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഇളവുകള് അവര് അതിന് വളരെ ആകർഷമായിട്ടുള്ള. ഹുസൈൻ മടവൂര് ഒരു മുസ്ലിം പുരോഹിതനാണ്. മറ്റുള്ള മതഭ്രാന്തരിൽ നിന്നും വ്യത്യസ്തമായ ചില കാഴ്ചപ്പാടുകൾ പല വിഷയങ്ങളിലും പല സന്ദർഭങ്ങളിലും സ്വീകരിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞത് കേട്ടോ, കൃത്യമാണ് അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിലെ നിലപാട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയോട് അനുഭാവം പ്രകടിപ്പിക്കുന്നതും പിന്തുണ പ്രകടിപ്പിക്കുന്നതും വിഷയാധിഷ്ഠിതമാണ്. അദ്ദേഹവും ഞാനും തമ്മില് ആശയവും ആദർശവും വിശ്വാസവും മതവും ഒക്കെയായി ഒരുപാട് വിരുദ്ധമായ അഭിപ്രായങ്ങളുണ്ട്. അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകണം, മനുഷ്യന്റെ പ്രത്യേകതയാണത്. അപ്പോ അദ്ദേഹം പറയുന്നത് ഈ കുട്ടികൾക്ക്, ഈ നിർമ്മല കോളേജിലെ കുട്ടികൾക്ക് നമസ്കരിക്കണമെങ്കിൽ അവർക്കടുത്തുള്ള സാമുദായികമായിട്ടുള്ള അതിനുവേണ്ടിയുള്ള സ്ഥാപനമുണ്ട്, പള്ളി. അവിടെ പോണം. അവിടെ പോയി ഇവർക്ക് നമസ്കരിക്കാൻ ആവശ്യപ്പെടാം. മുസ്ലിം സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ ഒരു സൗകര്യം കൊടുക്കാൻ അവര് ബാധ്യതപ്പെട്ട ആളുകളാണ്. അവരതിന് ബാധ്യസ്ഥരാണ്. അതിന് അവര് തയ്യാറാകേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തില് മതസൗഹാർദ്ദം തകർക്കുന്ന രൂപത്തിൽ ഒരു സമീപനവുമായിട്ടായിരുന്നില്ല കുട്ടികൾ പോകേണ്ടിയിരുന്നത് എന്ന അഭിപ്രായക്കാരനാണ് അദ്ദേഹം. അപ്പൊ നോക്കിയോ, മുസ്ലിം സ്ത്രീകളെ പള്ളി കയറ്റുമെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം, ഇൻസ്റ്ററിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഒരു കോളേജ്, ആ കോളേജിൽ മതാരാധനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ ഒരു ഇടം കോളേജ് തന്നെ കണ്ടെത്തി നൽകണം. അതിനുവേണ്ടി ഒരു മുറി വിട്ടു നൽകിയില്ല. ഇല്ലെങ്കിൽ കോളേജിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന വിദ്യാർത്ഥികളുടെ ഭീഷണി അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകൾ കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പള്ളിയിൽ നമസ്കരിക്കാൻ സൗകര്യം തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷേ ഞങ്ങൾക്ക് ഈ സ്ഥാപനത്തിൽ നമസ്കരിക്കാൻ സൗകര്യം തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും. ഇവിടെ നിർമ്മല കോളേജിനെതിരെയാണ് ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു വിഷയം നടക്കുന്നത്. എന്നാൽ ഈ സംഭവത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. കോളേജിനെതിരെ നടക്കുന്ന ഏതൊരു തരത്തിലുള്ള ആക്രമണങ്ങളായിരുന്നാലും അതിനെ ഒന്നിച്ച് എതിർക്കുമെന്നാണ് ക്രൈസ്തവ സംഘടനകൾ പറയുന്നത്. നേരത്തെ കാസ അവരുടേതായിട്ടുള്ള നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴിതാ കാത്തോലിക്ക കോൺഗ്രസും സിറോ മലബാർ സഭയും വ്യക്തമായ മറുപടി ഇതിൽ പറഞ്ഞിരിക്കുകയാണ്. നിസ്കരിക്കാനായി പ്രത്യേക സ്ഥലം വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പ്രിൻസിപ്പലിനെ ഓഫീസിൽ തടഞ്ഞു വെച്ച് സമരപരിപാടിയുമായി മുന്നോട്ട് പോകാനാണ് SFIയും MSFും തയ്യാറായത്. എന്നാൽ ഈ നടപടി ഒട്ടും തന്നെ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. മികവിന്റെ കേന്ദ്രങ്ങളായ ക്രൈസ്തവ മാനേജ്മെന്റ് സ്ഥാപനങ്ങളെ തകർക്കാൻ ഒരു കാരണവശാലും ഇത്തരത്തിൽ അനുവദിക്കില്ല എന്ന് സംഘടനകൾ എടുത്തു പറഞ്ഞു. സിറോ മലബാർ സഭ, അൽമായ ഫോറവും അതുപോലെ തന്നെ കാത്തോലിക്ക കോൺഗ്രസുമാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. നാളെ വിവിധ മുസ്ലിം സംഘടനകൾ കോളേജിലേക്ക് നടത്താൻ നിശ്ചയിച്ച പ്രതിഷേധ മാർച്ചിനെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല, അത് നടത്താൻ അനുവദിക്കില്ല എന്ന് കൂടി അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു നടപടി ഉണ്ടായാൽ സഭ ഒന്നടങ്കം തന്നെ അതിനെ പ്രതിരോധിക്കാനാണ് തയ്യാറെടുത്തിരിക്കുന്നത്. കോളേജിന് സമീപം തന്നെ ഒരു ഇവര് ഒന്ന് തുടങ്ങി വെച്ച് നോക്കിയതാ. നമുക്ക് ആദ്യം നമസ്കരിക്കാൻ ഒരു സ്പേസ് നിർമ്മല കോളേജിൽ കിട്ടുമോ എന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്ത അങ്ങനെ കേരളത്തിലെ മുഴുവൻ ഹൈന്ദവ ക്രൈസ്തവ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലും നമുക്ക് നമസ്കാര പായ വിരിക്കാം. നമുക്ക് അങ്ങനെ ഒരു നമസ്കാര പള്ളി തന്നെ
എല്ലാ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലും തുടങ്ങാം എന്നിവർ തീരുമാനിച്ചു. എങ്ങനെയുണ്ട്? അപ്പോ തുടക്കത്തിൽ തന്നെ ഇവരുടെ സ്വഭാവം മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം ക്രിസ്ത്യൻ മാനേജ്മെന്റ് സഭ അവരുടെ അഭിപ്രായം പറഞ്ഞു, ഇവിടെ ഇത് നടപ്പിലാകില്ല. അല്ല മുസ്തഫ, നീ എന്നും ഒന്നുപോലെ ഇരിക്കുക മുഹമ്മദിനെ പോലെ ആണോ? നിന്റെ തന്തയും തള്ളയും ഒന്നുപോലെ ഇരിക്കാടാ? നിന്റെ ഉമ്മാക്കും പാപ്പാക്കും 16 വയസ്സാ ആണോ? ഡാ, നിന്റെയൊക്കെ ലൈംഗിക രോഗങ്ങൾ കൊണ്ട് വീട്ടിൽ പോയിരിക്കടാ, പോടാ. ഇവിടെ വരുന്നത് എന്തിനാടാ? കാമപരാധ തീർക്കാനാ ആണോ? അതിനാണോ നീ ഇവിടെ വരുന്നത്? ഇവിടെ വന്നത് നീ എന്തിനാ? നിന്റെ ലൈംഗിക വൈകൃതങ്ങൾ എടുത്ത് ഇതിനകത്തിടാനോ? ഫാത്തിമ, കുറെ നേരമായി നിന്റെ ഈ വളിച്ച ഡയലോഗ് ഞാൻ ക്ഷമിച്ചിരിക്കുവാണ്, ബ്ലോക്ക് ചെയ്യാതെ. ഇനി എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത് കേട്ടാ. എന്റെ കുട്ടികളാണോ സമരം ചെയ്തത്? എന്റെ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ടോ ഇല്ലേ? ഈ കണ്ട ആളുകൾ മുഴുവനും പ്രതികരിക്കുന്നത് അവരുടെയൊക്കെ മക്കൾ നിർമ്മല കോളേജിലുള്ളത് കൊണ്ടാണോടി? അപ്പിക്കുപ്പായക്കാരി ആണോടി? നീയൊക്കെ എന്തോ കൊണ്ടാടി ചിന്തിക്കുന്നത്? കുറെ എണ്ണ ഇനി വരും, തലയ്ക്ക് ലെവലില്ലാത്ത ഓരോന്ന്. മുസ്തഫ എന്താടാ പറഞ്ഞേ? എന്താടാ നീ പറഞ്ഞേ? നിന്റെ ഉമ്മ വയസ്സൊന്നും ആയിട്ടില്ലടാ. നിന്റെ ഉമ്മക്ക് എത്ര വയസ്സുണ്ടാ? തൊലിയൊന്നും ചുക്കി ചുളിഞ്ഞിട്ടില്ല. അവരെടുത്ത് നീ കിണറ്റിലിടുവോ? നിന്റെ വാപ്പ എടുത്ത് നീ കിണറ്റിലിടുവോടാ? നീ എന്താ 16-കാരിയെ കണ്ടിട്ട് ആസ്വദിക്കാൻ വന്നതാ ആണോ? നിനക്ക് ഞാൻ എന്തെങ്കിലും ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ടോടാ കാണിക്കാൻ? ആ ലെവലാദികളെ, നീയൊക്കെ എന്തിനാണ് ലൈവിനകത്ത് കയറി വരുന്നേ? ഓരോന്നും കണ്ട് ആസ്വദിക്കാനോ? മാരണം തുടുത്ത ഹൂറികളെ കാണാനാണോ നീ വരുന്നത്? എന്താണ് നിനക്ക് കാണേണ്ടത്? വിഷയത്തിൽ നിന്ന് മനുഷ്യനെ വ്യതിചലിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ എണ്ണം ഇനി വരും, തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്, തന്തയും തള്ളയും പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ എണ്ണം ഇനി വരുന്നതാ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, മര്യാദയ്ക്ക് കമന്റ് ഇട്ടിട്ടില്ലെങ്കിൽ ഇതിനകത്ത് നിന്നെയൊക്കെ ഒഴിവാക്കാൻ ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ആയിരക്കണക്കിന്, ഇന്നലെ നോക്കിയപ്പോൾ 3400ഓളം ആളുകളെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയും അതേ ചെയ്യാൻ നിവൃത്തി ഉണ്ടാകത്തുള്ളൂ. അടുത്ത ഒരു പ്രതികരണം. പ്രൊഫസർ സ്റ്റാലിൻ സെബാസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന സ്ഥാപനങ്ങളെ ഇപ്പോ സമീപകാലത്ത് അതാണല്ലോ ആ ഒരു പ്രവണത, ലക്ഷ്യമിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നു? നോക്കൂ, മാസങ്ങൾക്ക് മുമ്പാണ് ഈരാറ്റുപേട്ടയിൽ ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിന്റെ കോമ്പൗണ്ടിൽ കുറച്ച് വിദ്യാർത്ഥികൾ അവർ അതിക്രമിച്ചു കയറി. അത് അവരോട് അവിടെ നിന്ന് കോമ്പൗണ്ട് വിട്ടു പോകണം എന്ന് പറഞ്ഞ വൈദികനെ വണ്ടി ഇടിച്ച് കൊലപ്പെടുത്താൻ ഒരു ശ്രമം നടന്നു. അന്നും ആ വിഷയം ഞങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്തത്. അന്ന് പോലീസിന്റെ വിലക്കുണ്ടായിരുന്നു. ഈ നിർമ്മല കോളേജിന്റെ വിഷയം തന്നെ എത്ര മാധ്യമങ്ങൾ എടുത്ത് ചർച്ച ചെയ്തെന്ന് നോക്ക്. ഫാദർ കെവിൻ കുര്യാക്കോസിന്റെ വീട്ടിൽ വാഴയിലയിൽ റീത്ത് സമർപ്പിച്ചു. എത്ര മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഈ മുസ്ലിം പ്രീണനം സത്യത്തിൽ നിന്നും ഇവരെ വ്യതിചലിപ്പിക്കുവാണ്. പക്ഷെ അവരുടെ പേരൊന്നും പുറത്തു പറയരുത്. പക്ഷേ PC ജോർജ് ഈ വേദിയിൽ തന്നെ വന്നിരുന്ന് അവരുടെ പേരുകൾ ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തു. പിന്നീട് PC ജോർജ് പറഞ്ഞ പേരുകാർ തന്നെയാണ് പ്രതിപട്ടികയിലുള്ളത് എന്ന് മനസ്സിലാവുകയും ചെയ്തു. ഇപ്പോഴിതാ നിസ്കാര സ്ഥലം അനുവദിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെട്ടാണ് ഒരു കലാലയത്തിൽ, പഠിക്കാൻ വരുന്ന സമരമാണ്, അല്ലാതെ നിസ്കരിക്കാൻ വരുന്നല്ല, അവിടെ കലാലയത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു സൗജന്യം ഇവർക്ക് നൽകണം എന്ന് പറഞ്ഞ് സമരം നടത്തുമ്പോൾ അതിന് പിന്നിൽ ആരുടെ കറുത്ത കരങ്ങളാണ്? RBO ചൂണ്ടിക്കാണിച്ചു. ഇതിനെ അങ്ങനെ നമുക്ക് നിസ്സാരവൽക്കരിക്കാനാവില്ല. ഇത് വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ഇറക്കി വിട്ടിരിക്കുന്നത്. ഇസ്ലാമികവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് തന്നെ, അതിന്റെ ഒരു കടന്നുകയറ്റമായിട്ട് തന്നെയല്ലേ ഇതിനെ കാണേണ്ടത്? ഇത് 100% തീവ്രവാദം തന്നെയാണ്. അല്ലാണ്ട് അതിന് വേറെ ചെറിയ വാക്കുകളൊന്നുമില്ല. 100% തീവ്രവാദം. കാരണം ഈ രാജ്യത്തൊരു നിയമമുണ്ട്, ഒരു പ്രാക്ടീസ് ഉണ്ട്. ഇവിടെ ഹിന്ദുക്കളുടെ ക്രിസ്ത്യാനികളുടെ എണ്ണം കുറയും, ജിഹാദികളുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിക്കുകയും ചെയ്തതോടുകൂടി ഈ ISIS ആസാദ് കേരളം, ഇവിടെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും എണ്ണം കുറയുകയും ഈ ജിഹാദി തീവ്രവാദികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്തതുകൊണ്ടാണ് ആ കുട്ടിക്കാലന്റെ നാവിൽ നിന്നും ഞങ്ങൾ മെജോറിറ്റി ആയില്ലേ. ഇനിയും ഞങ്ങൾക്ക് എന്തുകൊണ്ട് ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ നമസ്കാരപ്പായ വിരിക്കാൻ പറ്റില്ല? ഞങ്ങൾ ഭൂരിപക്ഷമായില്ലേ? മാങ്ങ ആസാദി എന്ന് പറയുന്ന 2015 സംഭവം, അവല് മലര് കുന്തിരിക്കോ എന്ന് പറയുന്ന ആലപ്പുഴയിലെ മുദ്രാവാക്യവും അമ്പലനടയിൽ പച്ചയ്ക്ക് കെട്ടി തൂക്കും എന്ന് പറയുന്ന കാസർകോട്ടെ മുദ്രാവാക്യവും തന്നെയാണ് സംഭവം. പിന്നെ എനിക്ക് ഭയങ്കര അത്ഭുതം, ഈ അവിടുത്തെ പ്രിൻസിപ്പൽ, മൂവാറ്റുപുഴയിലെ പ്രിൻസിപ്പൽ ജീവനോടെ ഇരിക്കുന്നു എന്നത് കർത്താവിന്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. പുള്ളി എങ്ങനെ 24 മണിക്കൂർ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു ഏറ്റവും വലിയൊരു അത്ഭുതം. അല്ല, ഇത് കൃത്യമായിട്ട് 100 വട്ടം യാഥാർത്ഥ്യം. പാലാ ബിഷപ്പിനെതിരെ ഇവര് വന്നത് നമ്മൾ കണ്ടതല്ലേ അല്ലേ? ഇസ്ലാമിനെ ശക്തമായി പ്രതിരോധിച്ചതിന്റെ പേരിൽ സെബാസ്റ്റ്യൻ പുന്നക്കലിനെതിരെയും അനിൽ കൊടിത്തോട്ടത്തിനെതിരെയും ഒക്കെ ഇവർ ഏത് രൂപത്തിലുള്ള സമീപനങ്ങളാണ് സ്വീകരിച്ചത് എന്ന് ഈ കേരളത്തിന് അറിയാം.
ഇപ്പോഴും ഫാദർ കെവിൻ കുര്യാക്കോസ് ജീവിച്ചിരിക്കുന്നു എന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. കാരണം കേരളം ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയ സാഹചര്യമല്ല, അന്നത്തെ കാലഘട്ടമല്ല, അന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷമല്ല ഇന്നത്തേത്. കേരളം അടിമുടി മാറിപ്പോയിരിക്കുന്നു. കേരളത്തിന്റെ മതേതരത്വം ഉണർന്ന് പ്രവർത്തിക്കാൻ ഈ വിഷയത്തിലെങ്കിലും തയ്യാറായതുകൊണ്ട് നമ്മുടെ കെവിൻ കുര്യാക്കോസിന്റെ തല ഇപ്പോഴും ഉടലിൽ തന്നെ ഉണ്ട്. പല പ്രാവശ്യം ആപ്ലിക്കേഷൻ കൊടുത്ത് റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള പിള്ളേരെ അവിടെ കൊണ്ടുപോയി അവരെ കൊണ്ട് അവിടെ നിസ്കാരം ചെയ്യിപ്പിച്ച് അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഇതൊരു 3-4 വർഷത്തെ പ്ലാനിംഗ് ആണ്, അല്ലാണ്ട് പെട്ടെന്ന് അവിടെ പോയി വേണമെന്നുള്ള ആവശ്യമല്ല. വളരെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനെ സെന്റർ ഓഫ് എക്സലൻസ്, ക്രിസ്ത്യാനികളുടെ പല സ്ഥാപനങ്ങളും സെന്റർ ഓഫ് എക്സലൻസ് ആണ്. വളരെ കൃത്യമായിട്ട് എ ഗ്രേഡും 5 സ്റ്റാറും നാക് അക്രഡിറ്റേഷനും തുടങ്ങി എല്ലാ ലോകോത്തര നിലവാരം പുലർത്തുന്ന സ്ഥാപനങ്ങളിലേക്ക് ഞങ്ങൾക്ക് പഠിക്കാനാണെന്നുള്ള വ്യാജന ഒരു അഡ്മിഷൻ തരണം അച്ചോ എന്ന് പറഞ്ഞ് സൂത്രത്തിൽ അവിടെ വരുന്നു, അവിടെ കയറുന്നു, അവിടെ കയറിയിട്ട് കൂടുതൽ ആൾക്കാരെയൊക്കെ കൂട്ടുന്നു. ഇത് തന്നെയല്ല മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് ചെയ്തത്. എൻട്രൻസ് എല്ലാം എഴുതി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു ഇട്ടാലേ പറ്റത്തുള്ളൂ, എങ്കിലേ ഡോക്ടർ ആകാൻ പറ്റത്തുള്ളൂ. അതല്ല, പഠിക്കാൻ പോകുന്ന സമയത്ത് ഇവർക്ക് പ്രശ്നമില്ല, പഠിച്ചപ്പോൾ ആണും പെണ്ണും ഇടകലർന്ന് പ്രശ്നമില്ല, അധ്യാപകനും അധ്യാപികയും പഠിപ്പിക്കുന്നു പ്രശ്നമില്ല, ഒറ്റയ്ക്ക് ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നു കുഴപ്പമില്ല, ആൺകുട്ടികളുടെ തോളിൽ കൈയിട്ട് ബൈക്കിൽ കയറി പോകുന്നു കുഴപ്പമില്ല. പക്ഷെ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഞങ്ങൾക്ക് മതം വേണം, ഞങ്ങൾക്ക് ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് അപ്പിക്കുപ്പായം ഇട്ടേ പറ്റൂ. എങ്ങനെയുണ്ട്? ഇവര് ആ രൂപത്തിലാണ് ഇവർ മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് അനുവദിച്ച് നൽകിയാൽ എന്തുമാത്രം പ്രത്യാഘാതങ്ങളാണ് ഈ കേരളം അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഓപ്പറേഷന് വേണ്ടിയിട്ട് ഒരു രോഗിയെ കടത്തിയിരിക്കുന്നു, നോമ്പ് തുറക്കാൻ ബാങ്ക് വിളിക്കുന്നു. ഇവർ ഈ രോഗിയുടെ ജീവന് പ്രാധാന്യം നൽകുമോ? ഇവരുടെ മതം ഫോളോ ചെയ്യാനുള്ള പ്രാധാന്യം നൽകുമോ? നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും കട്ടയ്ക്ക് ഈ വിഷയത്തിൽ പിന്തുണ പ്രഖ്യാപിച്ച് നിൽക്കുന്നത്. ഇത് എല്ലാ സ്ഥാപനത്തിലും, ഗവൺമെന്റ് സ്ഥാപനമാണെങ്കിലും ഹിന്ദുക്കളുടെ സ്ഥാപനമാണെങ്കിലും ക്രിസ്ത്യാനികളുടെ സ്ഥാപനമാണെങ്കിലും ഏത് സ്ഥാപനമാണെങ്കിലും ഇവരവിടെ വരുന്നത് പഠിക്കാനല്ല. ഞങ്ങളുടെ മതം ഇവിടെ ഉണ്ട്, ഞങ്ങളുടെ മതം ഇവിടെ പ്രിവെയിൽ ചെയ്യുന്നു, ഞങ്ങൾ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു കാണിക്കാൻ വേണ്ടി മാത്രമാണ് അവിടെ എത്തുന്നത്. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് കർണാടക കോളേജില് ഹിജാബിന് വേണ്ടി സമരം ചെയ്ത പെൺകുട്ടി അന്ന് ആദ്യമായിട്ടാണ് പർദ്ദയും ഹിജാബും ഇടുന്നത്. ആ പെൺകുട്ടി തന്നെ വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ ലക്ഷ്യം എന്താ? മതം ഫോളോ ചെയ്യലാണോ? മതം പ്രചരിപ്പിക്കലാണോ? അല്ല, എല്ലായിടങ്ങളിലും മതവൽക്കരണം നടത്തുക. ഞങ്ങൾക്ക് ഇന്ന് നമസ്കരിക്കാൻ സ്ഥലം, നാളെ ഞങ്ങൾക്ക് ബാങ്ക് വിളിക്കാൻ ഒരു സ്ഥലം, പിന്നീട് ഞങ്ങൾക്ക് പള്ളി വേണം, പിന്നീട് ഞങ്ങൾക്ക് അപ്പിക്കുപ്പായം വേണം, പിന്നീട് ഞങ്ങൾക്ക് മുസ്ലിം പ്രിൻസിപ്പൾ വേണം, സ്ഥാപനത്തിന്റെ പേര് മാറ്റണം, മുസ്ലിം അധ്യാപകർ വരണം. ഇതൊക്കെ പടിപടിയായി നടപ്പിലാക്കാനുള്ള ടെസ്റ്റ് ഡോസ് ആയിരുന്നു ഇത്. അവർക്ക് നേതൃത്വത്തിനും ഒരു ഭീമ അബദ്ധവും കൂടെ പറ്റി, അതുകൂടെ പറയണം. കാരണം 2004 തുടങ്ങി 2014 വരെ ഇവര് ഈ ജിഹാദികളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ ദീപിക പത്രവും ഞങ്ങളുടെ മെത്രാന്മാരും അച്ഛന്മാരും എല്ലാം ഇരുന്നത്. 2014 സിറ്റുവേഷൻ മാറി. 2019 നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? CIA NRC സമരം നടന്നപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി ഈ കേരളത്തിലെ സ്കൂള്, കോളേജ്, പള്ളിമുറി, മെത്രാസന മന്ദിരം എല്ലാം തുറന്നു കൊടുത്തു. എന്നിട്ട് ഇവരെ കയറ്റി അവിടെ നിസ്കരിപ്പിച്ചു. ആ മെത്രാന്മാരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ആ അച്ഛന്മാരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. CIA NRC സമരത്തിനെതിരായിരുന്നു. പാവപ്പെട്ട പാകിസ്ഥാനിലെ ക്രിസ്ത്യാനിയെ അവിടുത്തെ ഹിന്ദുക്കളോടൊപ്പം രക്ഷപ്പെടുത്തി മോഡിജിയും BJP ഇവിടെ കൊണ്ടുവരുന്നതിനെതിരെ കേരളത്തിലെ മെത്രാന്മാരും കേരള കോൺഗ്രസുകാരും കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റും ഉള്ള ക്രിസ്ത്യാനികളെല്ലാം കൂടെ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ കയറി നിസ്കരിച്ചോ എന്നും പറഞ്ഞ് സ്കൂളും കോളേജും ക്രിസ്ത്യ സ്ഥാപനങ്ങളും മൊത്തം തുറന്നു കൊടുത്ത് അവിടെ നിസ്കാരം അറേഞ്ച് ചെയ്തു കൊടുത്തു. ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഏറി ചാരി കൊടുക്കുന്ന പരിപാടിയാണ് ഇവർ ഈ 2002, 2004, 2014 അത് കഴിഞ്ഞ് 2019 വരെയുള്ള പരിപാടികളും ചെയ്തത്. അപ്പൊ ക്രിസ്ത്യാനി ഒരു ഈസി ടാർഗറ്റ് ആണെന്ന് ജിഹാദികൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി. മാത്രമല്ല, അല്ല ഈസി ടാർഗറ്റ് ആണ്, അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇവിടെ ഇനി ഒരു മുസ്ലിം കുട്ടി അഡ്മിഷന് വേണ്ടി ഒരു ക്രിസ്ത്യൻ ഹിന്ദു മാനേജ്മെന്റ് സ്ഥാപനത്തിൽ വരുമ്പോൾ അവരൊന്ന് കരുതിയിരിക്കുമോ? ഇത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ സാരമായി ബാധിക്കുന്ന ഒരു രീതിയല്ലേ? ഞാൻ ഈ വെസ്റ്റേലില്, കോഴിക്കോട് വെസ്റ്റേലില് സെന്റ് മൈക്കിൾസ് എന്ന സ്ഥാപനത്തിലാണ് എൻ്റെ മോള് പഠിച്ചത്. അവിടെ +1 സീറ്റിന് വേണ്ടി കൊണ്ടുപോയ സമയത്ത് എൻ്റെ അപ്പ റെക്കമെൻഡ് ചെയ്തിട്ടാണ് അവിടെ പോകുന്നത്. അപ്പ പഠിച്ച സ്കൂളാണ്. അവിടെ പോകുന്ന സമയത്ത് അവര് പറഞ്ഞു, ഇവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ ഹിജാബ് ഇടണം, പർദ്ദ ഇടണം, മുഖം മറയ്ക്കണം, പർദ്ദ ഇതൊന്നും പറയാൻ പറ്റില്ല. ഇതൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിന് അതിൻ്റെതായിട്ടുള്ള നിയമമുണ്ട്. അപ്പൊ എന്നെ നോക്കി, അല്ല നിങ്ങൾ അങ്ങനെ അല്ലെന്നറിയാം, പക്ഷെ ഇവിടെ വേറെയും ഒരുപാട് മുസ്ലിം കുട്ടികൾ അഡ്മിഷന് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരുപാട് കുട്ടികളും പേരൻസും ഇരിപ്പുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി, അത് കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഫോണുകൾ പിടിച്ചത്, പ്രശ്നങ്ങളിൽ പിടിക്കപ്പെട്ടതൊക്കെ ഈ വിഭാഗമാണ് എന്ന് HM തന്നെ വളരെ വേദനയോടുകൂടി പിന്നീട് പറഞ്ഞു. ആ കുട്ടികൾ മാത്രമെന്നല്ല, ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇവര് കാരണം ഉണ്ടാകുന്നത് കൊണ്ട് ഇനി ഒരു ക്രിസ്ത്യൻ ഹിന്ദു മാനേജ്മെന്റ് സ്ഥാപനത്തിലേക്ക് ഇവർ പോയാൽ ഒന്ന് കരുതി മാത്രമേ അഡ്മിഷൻ ഇവര് കൊടുക്കൂ. അപ്പോഴും ആർക്കാണ് ഇവർ തലവേദന ഉണ്ടാക്കുന്നത്? സ്വന്തം സമുദായത്തിലെ മുസ്ലിം പെൺകുട്ടികൾക്ക്.
മൂവാറ്റുപുഴയ്ക്ക് ഒരു പശ്ചാത്തലമുണ്ട്. കൈവെട്ട് കേസിൽ നടന്ന സംഭവമാണ്. കേരളത്തിലെ പോലീസ് ആ കൈവെട്ട് കേസ് പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. CBI വന്ന് ശിക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഗവൺമെന്റും കോടതിയും കൂടി അവർക്ക് ഒരു നെയിംസേക്ക് പണിഷ്മെന്റ് കൊടുത്ത് എല്ലാവരെയും തുറന്നിറക്കി വിട്ടു. ഇതിന്റെ അകത്ത് കോടതിയും ഗവൺമെന്റും കാണിച്ച കുറ്റകരമായ അനാസ്ഥയാണ് മൂവാറ്റുപുഴയിൽ തീവ്രവാദം ഇത്രയും കൂടാൻ കാരണം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, ഇവിടുത്തെ ജിഹാദി സമൂഹത്തിൽ സ്ത്രീകൾ ഭയങ്കരമായിട്ടും റാഡിക്കലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു, കുട്ടികൾ റാഡിക്കലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിന് പലരും കുന്തിരിക്കും. വളരെ കൃത്യം. കാരണം അതുകൊണ്ടാണ് ഇത് കേരള സ്റ്റോറി പിറവിക്ക് പിന്നിൽ. അതാണ് ഈ പെൺകുട്ടികളെ മതതീവ്രമായി ഈ മതമൗലികവാദികൾ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ലവറെ ഉണ്ടാക്കി കൊടുക്കും, പിന്നെ ലവർ ആ കുട്ടിക്ക് വയറ്റിലുണ്ടാക്കി കൊടുക്കും, പിന്നെ ആ ലവർ തന്നെ മതിയാകും ഈ കുട്ടിയെ മതം മാറ്റി പർദ്ദയിടിപ്പിച്ച് സിറിയയിലേക്കൊക്കെ കൊണ്ടുപോകാൻ. കേരള സ്റ്റോറി വന്ന സമയത്ത് എന്തായിരുന്നു ഇവരുടെയൊക്കെ ഒരു വെപ്രാളം. ഇപ്പൊ മനസ്സിലായോ ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്ന്? ഈ അരിയും മലരും കുന്തിരിക്കത്തിന്റെയും വിഷയം വന്ന സമയത്ത് കേരളത്തിന്റെ മതേതരത്വം ഉണർന്ന് പ്രവർത്തിച്ചില്ല. ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയ സമയത്ത് കേരളത്തിന്റെ മതേതരത്വം ഉണർന്ന് പ്രവർത്തിച്ചില്ല. പൂഞ്ഞാറ് പള്ളിമേടയിലേക്ക് ഇരച്ചു കയറി വൈദികനെ വണ്ടിയിടിച്ച് കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ കേരളത്തിന്റെ മതേതരത്വം ഉണർന്ന് പ്രവർത്തിച്ചില്ല. പക്ഷേ നിർമ്മല കോളേജിന്റെ വിഷയം വന്നപ്പോൾ കേരളത്തിന് മനസ്സിലായി ഈ പോക്ക് പോയാൽ അപകടമാണ്. ഇപ്പോഴാണ് കേരളത്തിന്റെ മതേതരത്വം ഉണർന്നത്. വിളിച്ചത് 10 വയസ്സുള്ള ഒരു കൊച്ചാണ് വിളിച്ചത്. അതുപോലെ കേരളത്തിൽ ഇനി നടക്കാൻ പോകുന്ന കാശ്മീരിലും അല്ലെങ്കിൽ സിറിയയിലോ മറ്റു സ്ഥലത്തൊക്കെ നടക്കാൻ പോകുന്ന ഭീകരാക്രമണങ്ങളിൽ ആണുങ്ങളാണ് പങ്കെടുത്തെങ്കിൽ കേരളത്തിൽ ഇനി നടക്കാൻ പോകുന്ന ആക്രമണങ്ങളിലും ഇതുപോലത്തെ പരിപാടികളിലും ഒക്കെ സ്ത്രീകളായിരിക്കും മുൻനിരയിൽ. കാരണം കേരളത്തിലെ ആണുങ്ങളെക്കാട്ടിലും ജിഹാദി സ്ത്രീകൾ റാഡിക്കലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അവരെ മുമ്പിൽ നിർത്തിയാണ്, മെഡിക്കൽ കോളേജ് ആണെങ്കിലും ഇവിടെയാണെങ്കിലും ജിഹാദി സ്ത്രീകളെ മുമ്പിൽ നിർത്തിയാണ് ഈ പരിപാടി തുടങ്ങുന്നത്. ഇനി ഇവിടെ ബലദേവ് സാർ ഒരു കാര്യം പറഞ്ഞു, ഒന്നും അറിയത്തില്ല എന്ന്. അങ്ങനെയൊന്നും അല്ല. ബലദേവ് സാറിനോട് ഞാൻ പറയാം, SFIയുടെയും മാർക്സ്വാദിയുടെയും ജിഹാദി വോട്ട് നഷ്ടപ്പെട്ടു. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി CPM-ഉം LDF-ഉം കേരളത്തിന്റെ ഭരണകൂടം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് SFI അവിടെ കൂടിയിരിക്കുന്നത്. ആർഷോ പറയുന്ന നുണയൊന്നും ആർക്കും വിശ്വാസമില്ല. കാരണം ഈ ജിഹാദിയുടെ വോട്ട് കൃത്യമായിട്ട് MSF-ലോട്ടും KSU-ലോട്ടും ഒഴുകി. ഒരു കാര്യം മനസ്സിലാക്കുക, അവിടുത്തെ MLA, MP, എറണാകുളത്തെ MP, ചാലക്കുടിയിലെ MP, ഇടുക്കി കോട്ടയം MP, ഇവരൊക്കെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് മണിപ്പൂർ എന്ന് പറഞ്ഞ് എന്നെ ആ കരത്തിലായിരുന്നു. 2 ട്രൈബൽസ് തമ്മിലടിച്ചാൽ എന്ത് കരത്തിലും എന്താ ഇതാണ്. ആദ്യം ഞാൻ അവിടുത്തെ MLA MP-യോടും ഒക്കെ പറയുന്നത്, നിങ്ങൾ ഇവിടെ ഇവര് വിചാരിച്ചു ഇവരുടെ അജണ്ടകൾ മണിപ്പൂർ വിഷയത്തിൽ ഒന്ന് നടപ്പിലാക്കാമെന്ന്. മണിപ്പൂർ എന്തായിരുന്നു ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ അടുപ്പിക്കാൻ ഇവർ ശ്രമിച്ചത്? ആ ചാൻസ് ഇവർക്ക് നിരുപാധികം നഷ്ടപ്പെട്ടു. DNA ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ പിതാവുമായിട്ട് ഒരു DNA ടെസ്റ്റ് ചെയ്ത് നോക്കുക, മാച്ച് ആകുന്നുണ്ടോന്ന്. അവരൊക്കെ അതാണ് പറയുന്നത്. അവിടുത്തെ MLA കമ്മിക്കൊന്നും പ്രതികരണമില്ല. ക്രിസ്ത്യാനിയുടെ പേര് മാത്രമേ ഉള്ളൂ. സ്വന്തം അപ്പന്റെ അസ്ഥിയെടുത്തൊരു ഒരു DNA ടെസ്റ്റ് ചെയ്ത് നോക്കുക ആദ്യം, അല്ലെ നട്ടലുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ദീപിക പത്രത്തിൽ ഇപ്പോഴും ഇത് വാർത്തയല്ല. കത്തോലിക്ക കോൺഗ്രസിനെ കൊണ്ടൊരു സൂത്രത്തിൽ ഒരു പൂള ഇറക്കിച്ചു. ദീപിക പത്രത്തിന് പറയാനൊന്നുമില്ല, KCBC-ക്കും CBCIക്കും പറയാനൊന്നുമില്ല. 10 കേരള കോൺഗ്രസ് ഉണ്ട്, അവർക്ക് പറയാനൊന്നുമില്ല. എല്ലാം മണിപ്പൂരില്ല. ആ മണിപ്പൂരിൽ കിടക്കുന്നവർക്ക് ഒരു ടിക്കറ്റ് അയച്ചു കൊടുക്കാം, ഇങ്ങോട്ട് വാ. അല്ല പ്രൊഫസർ സ്റ്റാലിൻ സെബാസ്റ്റ്യൻ, എന്തായാലും ഒരു മാറ്റം കാണാം. കാരണം നമ്മുടെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സമയത്ത് തൊടുപുഴ ന്യൂമാൻ കോളേജ് അധികൃതർ സ്വീകരിച്ച സമീപനം അറിയാലോ എല്ലാവർക്കും. അപ്പൊ അതിൽ നിന്നൊരു മാറ്റം വന്നു. എന്തായാലും മൂവാറ്റുപുഴ നിർമ്മല കോളേജിന്റെ അധികാരികൾ അവർ ശക്തമായി പ്രതികരിച്ചു. ഇവരുടെ ആവശ്യത്തിന് വഴങ്ങി കൊടുത്തില്ല. അതൊരു മാറ്റം തന്നെയല്ലേ? തീർച്ചയായും അത് മാറ്റമല്ല, രണ്ടുമായിട്ട് വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇത് വക്കഫാക്കി ഈ സ്ഥലം പോകും. അതുകൊണ്ടാണ് അച്ഛനും മാനേജ്മെന്റ് ഇത് വേണ്ടെന്ന് പറയുന്നത്. ഇത് റെഗുലർ ആക്കി. ഇന്നസെന്റ് ആ കഥ പറഞ്ഞിട്ടുണ്ട്, മനോരമയിൽ കഥ പറഞ്ഞിട്ടുണ്ട്. ഇന്നസെന്റിന്റെ പഴയ ഒരു ആത്മഹത്യ പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യവസായം നടത്തുന്നവൻ അവിടെ ഇവർക്ക് സമയം പോകാണ്ടിരിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് അവിടെ നിസ്കരിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു. പക്ഷെ അത് കഴിഞ്ഞ് ഫാക്ടറി കൂട്ടിയപ്പോൾ ആ സ്ഥലത്ത് നിന്മാർ പോയില്ല. ഇവിടെ അങ്ങനെ ഒരു സംഭവം ചെയ്തു കൊടുത്താൽ ഇപ്പൊ കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് പല സ്കൂളുകളിലും കോളേജുകളിലും ക്രിസ്ത്യാനികളായ അൽമായർ അറിയാതെ അവിടുത്തെ മാനേജ്മെന്റും മെത്രാനും ഒക്കെ ചേർന്ന് സൂത്രത്തിൽ ഇന്ത്യയിൽ പല സ്ഥലത്തും ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ മുസ്ലിം കുട്ടികളുടെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഈ നിസ്കാരത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് പക്ഷെ അത് അൽമായരോട് പറയത്തില്ല. ഒരു പ്രൈവറ്റ് റൂമെന്നോ വേറെ എന്തെങ്കിലും ഒരു പേരിൽ ഇവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അല്ലാണ്ട് ഇത് ജിഹാദിയോട് ചുമ്മാ ചോദിച്ചല്ല മൂവാറ്റുപുഴയില്. ഇത് ക്രിസ്ത്യാനികളുടെ നേതാക്കന്മാർ, അതായത് ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ മുസ്ലിം കുട്ടികളുടെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഇന്ത്യയുടെ പല ഭാഗത്തും ചെയ്തു കൊടുത്തിട്ടുള്ള വലിയൊരു അന്യായം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും ഞാൻ ചോദിക്കട്ടെ, മണിപ്പൂർ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന CBCI മെത്രാനും KCBC മെത്രാനും ഒക്കെ ഒറ്റ ഇടയിലാനും ഇറക്കിയാൽ മതിയല്ലോ. ഞങ്ങളുടെ സ്ഥാപനത്തിൽ വേറെ ദൈവങ്ങളെ ആരാധിക്കാൻ പറ്റത്തില്ല, അറബ് ദൈവങ്ങളെ ആരാധിക്കാൻ പറ്റത്തില്ല, ഇത് പഠിച്ചിരിക്കുന്നത് പഠിപ്പിക്കാനാണെന്നും പറഞ്ഞ് ഇറക്കത്തില്ല. ഇറക്കാൻ പറ്റത്തുമില്ല ഇവര്. കാരണം ഇവര് തന്നെയാണ് ഈ അഡ്മിഷൻ നടത്തുമ്പോൾ നിങ്ങൾ പോരെ, നിങ്ങൾക്ക് എല്ലാ സൗകര്യം ചെയ്ത് തരാമെന്നും പറഞ്ഞില്ല. കേരളത്തിൽ മാത്രം എന്താന്ന് വെച്ചാൽ അൽമായര് ജാഗരൂകരായതുകൊണ്ട് വേറെ ക്രിസ്ത്യൻ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. ഇത് പുറത്തിറങ്ങുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതൊരു ഇഷ്യൂ പോലുമല്ല. എനിക്കറിയാം കേരളത്തിന് പുറത്തൊക്കെ ഈ ഓഫർ കൊടുത്ത് പിള്ളേരെ പിടിക്കുന്നവർ. അപ്പൊ അതുകൊണ്ട് ഇവിടെ കൃത്യമായിട്ടൊരു സമീപനം. 10 കേരള കോൺഗ്രസ് ഉണ്ട്. ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടോ? ഒരുത്തരേലും ജീവിച്ചിരിപ്പുണ്ടോ? എല്ലാം മണിപ്പൂരില്ല.
ഒരു ട്രെയിൻ മണിപ്പൂരിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം, ഇങ്ങോട്ട് വാ മൂവാറ്റുപുഴയ്ക്ക്, ആലുവായിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് തിരിച്ച് മൂവാറ്റുപുഴ റൂട്ടും പറഞ്ഞു കൊടുക്കാം. മണിപ്പൂരിൽ നിന്ന് തിരിച്ചെത്താൻ പറ്റിയിട്ടില്ല. കേരളത്തിലെ ക്രിസ്ത്യൻ നേതാക്കന്മാർക്കും ബിഷപ്പുമാർക്കും ദീപികയ്ക്കും ഒന്നും മണിപ്പൂരിൽ നിന്ന് തിരിച്ചെത്താൻ പറ്റിയിട്ടില്ല. സ്വന്തം കാലിന്റെ ഇടയിലുള്ള കോളേജ് പൊക്കോണ്ടിരിക്കുക. അന്നേരമാണ് ഇവിടെ മണിപ്പൂരോട്ട് പോയിരിക്കുന്നത്. മണിപ്പൂരൊന്നും അല്ല പ്രശ്നം, കേരളമാണ് പ്രശ്നം. സൈന്യം വരേണ്ടി വരുന്ന സൈന്യം ഇല്ലാതെ തന്നെ ചിലപ്പോൾ മണിപ്പൂരിലെ പ്രശ്നം തീരും. പക്ഷെ കേരളത്തിൽ സൈന്യം വരേണ്ടി വരും. ഇവിടെ സഭയ്ക്കോ സഭാധികാരികൾക്കോ മിത്രാനോ ആർക്കെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇത് ഉടനടി ഇത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ശ്രീ അമിത്ഷാജിക്ക് പരാതി കൊടുക്കുകയും സൈന്യത്തിന്റെ ഇവിടെ കേന്ദ്രം വന്നാൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാകൂ. അതുകൊണ്ട് നമ്മൾ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നു കേരളം ഒരു കേന്ദ്രഭരണ പ്രദേശമായിരുന്നെങ്കിലെന്ന്. മറ്റൊന്നും കൊണ്ടല്ല, ഇവിടെ നീതി നടപ്പിലാക്കട്ടെ. ഇവരുടെ മുസ്ലിം പ്രീണനം വല്ലാതെ ശക്തമാകുമ്പോൾ ഒന്നും ചെയ്യാൻ ഇപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ, ഒരുപാട് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ മുസ്ലിം കുട്ടികളുടെ അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി ഇവർ നമസ്കരിക്കാനുള്ള ഒരു റൂം തുറന്നു കൊടുത്തിട്ടുള്ള അന്യായത്തിനു കൂടിയാണ് ഇപ്പോൾ തിരശ്ശീല വീഴുന്നത്. അന്വേഷണം ആവശ്യപ്പെടുകയും NIA അന്വേഷണം ആവശ്യപ്പെടുകയാണ് ചെയ്യേണ്ടത്. കാരണം ഇവർക്ക് കൃത്യമായിട്ട് ജിഹാദികൾക്ക് കൃത്യമായിട്ട് വേണം കേരളത്തിൽ നിന്ന് ക്രിസ്ത്യാനി മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അവരുടെ സ്വത്തുക്കൾ, അത് പള്ളി ആയിക്കോട്ടെ കോളേജ് ആയിക്കോട്ടെ, അതിനൊക്കെ ഏതെങ്കിലും രീതിയിൽ ഒരു റീസണിങ് ഉണ്ടാക്കി, ഞങ്ങൾക്ക് പണ്ട് അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാരണം ഉണ്ടാക്കി വെക്കുകയാണ് ബോംബ് ഇതെല്ലാം പിടിച്ചെടുക്കാൻ വേണ്ടി. അല്ലാതെ ഇതൊരു ചുമ്മാ അവരുടെ ഇടപാടൊന്നുമല്ല. ഇവര് ഇനി രണ്ടാമത്തെ കാര്യം ഇവർ പറയുന്നത് കോളേജിന്റെ അടുത്ത് ജിഹാദികൾക്ക് ആരാധനാലയം ഉണ്ട്, അവിടെ പോകാൻ മേലെ വരാൻ മേലെ എന്നൊക്കെയാണ്. ഞാൻ ചോദിക്കട്ടെ, ക്രിസ്ത്യാനി എന്തിനാണ് അന്വേഷിക്കുന്നത്? ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, അടുത്ത് മോസ്ക് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും പ്രിൻസിപ്പലും മാനേജ്മെന്റും ഒന്നും പറയണ്ട. ഒറ്റ കാര്യം, ഈ കോളേജിൽ ഇത് നടക്കില്ല. ഇവിടെ അഡ്മിഷൻ ചോദിച്ചത് നിങ്ങൾ വന്ന് പഠിക്കാനാണ്, പഠിത്തമല്ലാണ്ട് ഒരു പണിയുന്ന. അതൊരു ചോദ്യമാണ്. കാരണം അടുത്ത് പള്ളിയില്ലെങ്കിൽ ഇവരിവിടെ സൗകര്യം ചെയ്തു കൊടുക്കുമോ എന്ന ഒരു ചോദ്യം ബാക്കിയുണ്ട്. ഇവിടെ മുസല്ല വിരിക്കാൻ പറ്റില്ല, ഇവിടെ നമസ്കാരപ്പായ വിരിക്കാൻ പറ്റില്ല എന്ന് കറ്റൻട്രി ആയിട്ട് പറയണമായിരുന്നു. അടുത്ത പള്ളിയിൽ അവിടെ പോയാൽ പോരെ, അതല്ലേ ഇതല്ലേ, ഇങ്ങനെ വ്യത്യസ്തമായ കാരണങ്ങൾ കണ്ടുപിടിക്കേണ്ടതില്ലായിരുന്നെന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ, ഇറങ്ങിപ്പൊക്കോ. ആ സമരം ചെയ്ത പിള്ളേരെ അവിടുന്ന് തന്നെ സെക്യൂരിറ്റിയെ വിളിച്ച് നാട്ടുകാരെ വിളിച്ച് അടിച്ചോടിക്കേണ്ടതായിരുന്നു. നിങ്ങളവിടെ വന്ന് പഠിക്കാനാണ്, പഠിക്കാൻ പറ്റുന്നില്ല, വിട്ടു പൊക്കോളുക. ഇക്കാര്യത്തിൽ കൃത്യമായ ധൈര്യപൂർവ്വമുള്ള സമീപനം സ്വീകരിക്കാനുള്ള തന്റെ ഇടം കേരളത്തിലെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് കാണിക്കണം. നിങ്ങൾ വരുവോ പഠിക്കോ വരാണ്ടിരിക്കോ, അഡ്മിഷൻ കുറഞ്ഞാലും കുഴപ്പമില്ല, ഇവിടെ പഠിക്കുന്നവർ കൃത്യമായിട്ട് കോളേജിന്റെ നിയമം അനുസരിക്കണം, സ്കൂളിന്റെ നിയമം അനുസരിക്കണം. ഒരു കാരണവശാലും ഇത് സമ്മതിക്കത്തില്ല. അല്ലാതെ നിങ്ങൾ അവിടെ പൊക്കോ, ഉച്ചയ്ക്ക് ഞാൻ ഇത്ര സമയം തന്നേക്കാം, നിങ്ങൾ നടന്നു പോയിട്ട് പോരെ, ബൈക്കിന് പോയിട്ട് പോരെ, ഇതൊന്നും പറയേണ്ട ചുമതല ക്രിസ്ത്യാനിക്കോ മാനേജ്മെന്റിനോ ഇല്ല. അത് പറയുന്ന കാര്യം കൃത്യമായിട്ട് തന്നെ പറയണം. അത് പറയാൻ ധൈര്യമില്ലെന്നുണ്ട്. പിന്നെ അവിടെ എല്ലാം ആ മേഖല മൊത്തം കോൺഗ്രസിന്റെ UDF ആൾക്കാരാണ്. എന്താ സംഭവിച്ചത്? KSU MSF ലയിച്ചു. ഈ MSF എന്ന് പറഞ്ഞ അവിടെ സമരം ചെയ്തവനൊക്കെ പഴയ KSU ആ, അതാദ്യം മനസ്സിലാക്കുക. SFIയും KSUയും കൂടിയാണ്. KSUവിന് നാണമായതുകൊണ്ട് MSFന്റെ ബാനറിൽ വന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവരെല്ലാം ഒറ്റ കെട്ടായിട്ട് തന്നെയാണ് ഈ ജിഹാദി വോട്ടിന് വേണ്ടി കമ്മ്യൂണിസ്റ്റും കോൺഗ്രസുകാരും കൂടെ നടത്തുന്ന ഒരു പോരാട്ട നാടകമാണ് അവിടെ നടക്കുന്നത്. അതായത് ഈ രാഷ്ട്രീയ പ്രേരണകൾ ഉണ്ടല്ലോ, ഇത് മതത്തിന് എപ്പോഴാണോ ഇവർ ഒരു പ്രീണന തന്ത്രം എടുത്തിരിക്കുന്നത്, ഇവരൊക്കെ ഒരുമിച്ചാണ്, ഒരാളു മാത്രമല്ല. ഈ രാഷ്ട്രീയ സംഘടനകൾ മുഴുവനും ഏതാണ്ട് ഓരോരോ അവസരങ്ങളിലായി ഈ ജിഹാദികളെ പ്രീണിപ്പിച്ചും സുഖിപ്പിച്ചുമുള്ള നയം തന്നെയാണ് ഇവർ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കോളേജിൽ ഇങ്ങനെ ഒരു വിഷയം പോലും ആവർത്തിച്ചു വരപ്പെട്ടത്. നമുക്കറിയാം, മുസ്ലിങ്ങളുടെ പല വിഷയം, മുത്തലാഖ് വിഷയത്തിൽ ഇവർ പ്രതികരിച്ചോ? മണിപ്പൂർ വിഷയത്തിൽ ഇവർ പ്രതികരിച്ചു? ബഹുഭാര്യത്വ വിഷയത്തിൽ ഇവർ പ്രതികരിച്ചോ? ഇല്ല. അപ്പോ പലപ്പോഴും വേട്ടക്കാർ മുസ്ലിങ്ങളായിട്ടാണ് വരുന്നതെങ്കിൽ അവരോട് മൃദു സമീപനം സ്വീകരിക്കുന്ന ഒരു രീതി നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ സ്ഥാപനം പറയേണ്ടത് എന്താണ്? ഈ സ്ഥാപനത്തിൽ ഒരു നിയമമുണ്ട്. ഈ സ്ഥാപനത്തിന്റെ നിയമപ്രകാരം ഇവിടെ നമസ്കരിക്കാൻ വേണ്ടി മാത്രം മുസ്ലിം വിഭാഗത്തിന് ഒരു മുസല്ല വിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ മറ്റെന്തെങ്കിലും സംവിധാനം നോക്കണം. അവിടെ പള്ളിയുണ്ട്, 50 മീറ്ററല്ലേ ഉള്ളൂ, ഇവിടെ നടന്നു പോയാൽ പോരെ, നിങ്ങൾക്ക് ഹോസ്റ്റലിൽ നമസ്കരിച്ചാൽ പോരെ, അവരുടെ ആരാധനകളിലേക്ക് നിങ്ങൾ കയറണ്ട. അവരെന്ത് ചെയ്യണം എന്നത് അവരുടെ മാത്രം കാര്യമാണ്. അവരീ നമസ്കരിക്കണോ വേണ്ടേ, അതോ ഇനിയും ഷാള് വിരിച്ചിട്ട് പുറത്തു പോയി നമസ്കരിക്കണോ, പള്ളിയിൽ പോയി അത് അവരുടെ കാര്യമാണ്. അപ്പൊ ക്രിസ്ത്യൻ സഭ കൃത്യമായി പറയേണ്ടിയിരുന്നത് ഈ സ്ഥാപനം ഇതിനനുവദിക്കില്ല. എന്നാലേ ഇനിയൊരു സ്ഥാപനത്തിലേക്ക് ഇവർ പോകുമ്പോ അവിടെ ഒരു പക്ഷേ സമീപത്ത് പള്ളി ഉണ്ടായിരിക്കില്ല. അപ്പോഴും ഇവർ ഇതേ ആവശ്യം തന്നെ ഉന്നയിക്കും. ഞങ്ങൾ മെജോറിറ്റി ആയില്ലേ, ഈ സ്ഥാപനത്തിന്റെ അടുത്ത് മുസ്ലിം പള്ളി ഇല്ലല്ലോ, ഞങ്ങൾക്ക് നമസ്കരിക്കണം. നിർമ്മല കോളേജിലെ വിഷയം വന്ന സമയത്ത് ആ സ്ഥാപനത്തിന്റെ സമീപത്ത് മുസ്ലിം പള്ളി ഉണ്ടായിരുന്നു. ഇപ്പോ ഈ ക്രിസ്ത്യൻ സ്ഥാപനത്തിന്റെ അടുത്ത്
മുസ്ലിം പള്ളിയില്ല, ഞങ്ങൾക്ക് നമസ്കരിക്കണം, അതിനു വേണ്ടുന്ന സൗകര്യം ഈ സ്ഥാപനം ചെയ്തു തരണം എന്ന് ഇനിയും ഈ ജിഹാദി കുഞ്ഞുങ്ങൾ ക്രിസ്ത്യൻ ഹിന്ദു മാനേജ്മെന്റ് സ്ഥാപനത്തിൽ മുറവിളി കൂട്ടിയാൽ എന്ത് വേണം? അപ്പോൾ ഈ സ്ഥാപനത്തിന്റെ അധികാരികൾ, അതെ ജോൺകുട്ടി പറഞ്ഞതുപോലെ ഇവിടെ നട്ടെല്ല് വേണമായിരുന്നു, നട്ടെല്ല് നിവർത്തി നിന്ന് പറയണമായിരുന്നു ഈ സ്ഥാപനത്തിന്റെ നിയമം ഇതാണ്. അത് പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. നന്ദി.